പെരാൻഡ് റേസ് ഓൺലൈൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിവിധ കോമ്പറ്റേറ്റീവ് എക്സാംസിൽ വളരെ പ്രാധാന്യമുള്ള അരിത്തമെറ്റിക് ടോപ്പിക്കിൽ അതിൽ ഏറ്റവും ട്രിക്കി ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ബേസിക് ഐഡിയ ഒക്കെ മിക്കവർക്കും അറിയാം എന്ന് കരുതുന്നു. നമ്മൾ ഈ ഒരു സെക്ഷനിൽ വെരി ഫണ്ടമെന്റൽ തിങ്സ് പഠിക്കുക എന്നുള്ളതല്ല, മറിച്ച് ഈ RRB എക്സാംസിനെ പരിഗണിക്കുമ്പോഴത്തേക്കിന് മുൻ വർഷങ്ങളിൽ ചോദിച്ച, അപ്പോൾ ഈ തുടർന്ന് ഉള്ള വർഷങ്ങളിൽ ചോദിക്കാൻ സാധ്യതയുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിലെ സ്മാർട്ട് അപ്രോച്ചിങ് സ്റ്റൈൽ എന്തായിരിക്കണം, ഒപ്പം ആ ഒരു വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസിനെ കൂടി നമ്മൾ പരിചയപ്പെടുക എന്നുള്ളതാണ് ഈ ഒരു സെക്ഷനിൽ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുക. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്നുള്ള സെഗ്മെന്റിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് നേരിട്ട് ക്വസ്റ്റ്യനിലേക്ക് കിടക്കുമ്പോൾ നോക്കിക്കോളൂ. ഇഫ് ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് എ ബെഡ് ഈസ് 2 times ഓഫ് ഇനിഷ്യൽ, then the profit is 7 times of initial. Find the initial profit percentage. അപ്പൊ ഇവിടെ ചോദ്യത്തിന്റെ മീനിങ് ഇതാണ്. അപ്പൊ സെല്ലിംഗ് പ്രൈസ് ഡബിൾ ആയി. സെല്ലിംഗ് പ്രൈസ് മുമ്പ് സെല്ലിംഗ് പ്രൈസ് SP ആയിരുന്നുവെങ്കിൽ എന്ന് നമ്മളങ്ങ് എടുത്തു. ഇപ്പൊ സെല്ലിംഗ് പ്രൈസ് എന്തായി? ഡബിൾ ആയി, 2 times ആയി. ഇനിഷ്യൽ, then the profit is 7 times the initial. അപ്പൊ നേരത്തെ പ്രോഫിറ്റ് എന്തായിരുന്നു? നേരത്തെ പ്രോഫിറ്റ് എന്താ? സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ്. ഇപ്പൊ പ്രോഫിറ്റ് എന്താ? 2SP മൈനസ് കോസ്റ്റ് പ്രൈസ്. അപ്പൊ ഇപ്പോ എന്താ സംഭവിച്ചത്? അപ്പൊ ഇതിനെ നമുക്ക് ഇങ്ങനെ നേരിട്ട് എഴുതാം. ഇപ്പൊ നേരത്തെ പ്രോഫിറ്റും ഇപ്പോഴത്തെ പ്രോഫിറ്റും വെച്ചാൽ ഇതാണ് നേരത്തെ പ്രോഫിറ്റ്, ഇതാണ് ഇപ്പോഴത്തെ പ്രോഫിറ്റ്. മനസ്സിലായോ? അപ്പൊ എന്താ സംഭവിച്ചേ? ഈ പുതിയ പ്രോഫിറ്റ് മുൻപുണ്ടായിരുന്ന പ്രോഫിറ്റിന്റെ 7 മടങ്ങായി എന്ന് പറഞ്ഞ് ഇങ്ങനെ നേരിട്ട് അങ്ങ് എഴുതിയ പോലെ ചെറിയൊരു സ്റ്റെപ്പിൽ നമുക്ക് എഴുതാൻ പറ്റി. ഇത് ഇനി ബ്രാക്കറ്റ് ഒക്കെ തുറന്ന് മൾട്ടിപ്ലൈ ചെയ്തു. ഇപ്പൊ 7SP മൈനസ് 7CP, ഇവിടെ 2SP മൈനസ് CP എന്ന് നമുക്ക് കിട്ടിക്കോളും. SP ഒക്കെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരും അല്ലെ. ഇവിടെ 7SP മൈനസ് 2SP, റൈറ്റ് സൈഡിൽ 2SP ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുപോകും. ഈ മൈനസ് 7CP റൈറ്റ് സൈഡിൽ കൊണ്ടുപോകുന്നതായിട്ട് കരുതിക്കോ. അപ്പൊ ഇത് 7CP, ഓൾറെഡി ഒരു മൈനസ് CP അവിടെ കിടപ്പുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലായി ലെഫ്റ്റ് സൈഡ് എന്താ വരിക? 5SP എന്ന് തോന്നുന്നു അല്ലെ. 5SP റൈറ്റ് സൈഡ് എന്ത് തോന്നുന്നു? 6CP എന്ന് തോന്നുന്നു. അപ്പൊ SP ബൈ CP എന്ത് തോന്നോളും? 6/5 എന്ന്. 6/5 എന്ത്? 6/5 ഇങ്ങനെ ഒരു റേഷ്യോ കിട്ടിയാൽ അതിൽ നിന്ന് എങ്ങനെ പ്രോഫിറ്റ് പെർസെൻറ്റേജിലേക്ക് വരാം? ഈ 5ൽ നിന്ന് എത്ര കൂടി എന്ന് നോക്കുക. 5ൽ നിന്ന് എത്ര ഈ കൂടിയിരിക്കുന്നു നോക്കിയാൽ 1 കൂടിയിരിക്കുന്നേ. ഈ 5 എന്നുള്ള കോസ്റ്റ് പ്രൈസ്. അപ്പൊ ഇത്തരത്തിൽ റേഷ്യോ നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡിനോമിനേറ്റർ കോസ്റ്റ് പ്രൈസ് ആയിട്ട് കീപ്പ് ചെയ്യണം. അപ്പൊ ഡിനോമിനേറ്റർ കോസ്റ്റ് പ്രൈസ് ആയിട്ട് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, കാര്യം കോസ്റ്റ് പ്രൈസിനെ അടിസ്ഥാനമാക്കിയാണ് പ്രോഫിറ്റ് ഓർ ലോസ് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ അതിനേക്കാൾ ഒന്ന് കൂടുതൽ എന്നുള്ള രീതി കൺസിഡർ ചെയ്താൽ മതി. അപ്പൊ ഇവിടുത്തെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് നമുക്ക് മനസ്സിലാക്കാം, അത് 1/5 ഇൻറ്റു 100. ഇപ്പൊ എന്താ 1/5 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ അത് 20% പ്രോഫിറ്റ് എന്ന് കിട്ടിക്കോളും. ഇപ്പൊ 20% ആണ് ഇവിടുത്തെ പ്രോഫിറ്റ്. അപ്പൊ ഈ റേഷ്യോ കൊണ്ടുവരുന്ന രീതിയും കൂടെ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഏത് രീതിയിലാണ് അവിടുത്തെ റേഷ്യോസിനെ നമ്മളിവിടെ കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരുന്നത് എന്നുള്ളത്. അപ്പൊ നേരിട്ട് ഈ ഒരു അറേഞ്ച്മെന്റിലൂടെ നമുക്ക് ഈ റേഷ്യോയിലേക്ക് എത്താൻ പറ്റും. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കി, സിമിലർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എങ്ങനെ നമുക്ക് അതിനെ കൊണ്ടുവരാം? അപ്പൊ പ്രീവിയസ് ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ് ഈ സെക്കൻഡ് ക്വസ്റ്റ്യനും വന്നിരിക്കുന്നത്. ഇഫ് ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് എ ബർഡ് ഈസ് 2 times ഇനിഷ്യൽ. അപ്പൊ വീണ്ടും നമ്മളിങ്ങനെ കൺസിഡർ ചെയ്തു സെല്ലിംഗ് പ്രൈസ്. ഇപ്പൊ പുതിയ സെല്ലിംഗ് പ്രൈസ് എന്താ? 2 times. അപ്പൊ പ്രോഫിറ്റിനെ കൊണ്ടുവരും. അപ്പൊ സെല്ലിംഗ് പ്രൈസിൽ നിന്ന് കോസ്റ്റ് പ്രൈസ് കുറയ്ക്കുന്നതാണല്ലോ പ്രോഫിറ്റ്. അപ്പൊ രണ്ടിടത്തുനിന്നും കോസ്റ്റ് പ്രൈസ് കുറച്ചു. ഇത്തവണ എത്ര ടൈംസ് ആയെന്ന? പ്രോഫിറ്റ് 6 times ആയി. ഈ ഇടത് വശത്ത് വേണം ഇങ്ങനെ കൊടുക്കാൻ. അപ്പൊ ഇത് നമുക്ക് മനസ്സിലായി. 6SP മൈനസ് 6CP ഈസ് ഈക്വൽ ടു 2SP മൈനസ് CP. അപ്പൊ ഇനിയുള്ള റീഅറേഞ്ച്മെന്റ് ആണ്. 2SP അപ്പുറത്ത് കൊണ്ടുവന്നു, അപ്പൊ ഇത് 4SP എന്ന് കിട്ടി. ഈ 6CP അപ്പുറത്ത് കൊണ്ടുപോയി, അപ്പൊ അത് 5CP ആയി. ഇവിടെ വീണ്ടും SP ബൈ CP കൊണ്ടുവന്നു, അത് 5/4 ആണ്. 4ൽ നിന്ന് 5ലേക്ക് 1 കൂടുതലുണ്ട്. അപ്പൊ അതുകൊണ്ട് പ്രോഫിറ്റ് പെർസെൻറ്റേജ് 1/4 എന്ന് കിട്ടിയില്ലേ. ഇവിടുത്തെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് 1/4 into 100. And the 1/4 into 100%,
എന്ന് പറയുന്നത് 25%. ഇവിടുത്തെ പ്രോഫിറ്റ് കിട്ടി 25%. അപ്പൊ ആ ഒരു ടൈപ്പിനെ നമ്മൾ മനസ്സിലാക്കി. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടത് ഈ ഒരു കണക്ഷനാണ്, ഈ ഒരു തരത്തിലാണ് നമുക്ക് അവയെ അറേഞ്ച് ചെയ്യേണ്ടത് എന്ന് മനസ്സിലായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ. If the manufacturer gains 10%, the wholesaler gains 15%, and the retailer gains 25%, then find the cost of production of a table whose retail price for the customer is 25,300. അപ്പൊ എന്താ സാഹചര്യം എന്ന് മനസ്സിലായോ? അത് സാഹചര്യം എന്താണെന്ന് ബ്രാക്കറ്റ് കൊടുക്കുകയാണ്. മാനുഫാക്ചറർ ഉണ്ടാക്കിയ ആളെന്തെടുത്തു? ഇറ്റ് സെൽസ് ടു ഹോൾസെയിലർ. അപ്പൊ മാനുഫാക്ചറർ ഇത് ഹോൾസെയിലർക്ക് വിറ്റു, ഹോൾസെയിലർ റീറ്റെയിലർക്ക് വിറ്റു, റീറ്റെയിലർ കസ്റ്റമർക്ക് വിറ്റു. അപ്പൊ 3 ലെവൽസ് ഓഫ് ട്രാൻസാക്ഷൻസ് അവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ കൈമാറി വന്നിട്ട് ഫൈനലി കസ്റ്റമർ പേ ചെയ്തിരിക്കുന്ന എമൗണ്ട് ആണ് ഈ 25,300. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മാനുഫാക്ചറിങ് കോസ്റ്റ് എന്താണെന്നുള്ള നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ നമുക്ക് കൺസിഡർ ചെയ്യണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എക്സ് ആണെന്ന് കരുതിക്കും. ഇപ്പൊ ഇവിടുത്തെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് എക്സ് ആണെങ്കിൽ ആ എക്സിന് എന്തൊക്കെ രൂപമാറ്റം സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കുന്നത്. എക്സ് ആദ്യം ഒരു 10% കൂടി. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 110/100 10% കൂടി. തുടർന്ന് എന്താ? ഹോൾസെയിലർ ഗെയിൻസ് 15%. അപ്പൊ അതിനെ എങ്ങനെ എഴുതാം? 115/100 ഇൻറ്റു. അടുത്തത് റീറ്റെയിലർ ഗെയിൻസ് 25%. അപ്പൊ അതിനെ നമുക്ക് എഴുതാം 125/100. ഇങ്ങനെ വന്ന എമൗണ്ട് ആണ് 25,300. ഇതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കരുതോ? ഈ വാല്യൂസിനൊക്കെ എടുത്ത് അപ്പുറത്തിടുക എന്നുള്ളതാണ്. എന്നാൽ ഈ ഒരു സ്റ്റെപ്പിൽ പൊതുവെ ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ വന്ന് ഇത്തരം കാൽക്കുലേഷൻ സ്റ്റെപ്സ് ഒക്കെ വരുമ്പോൾ ഇങ്ങനെ ഇൻറ്റു ഇട്ടിട്ട് എഴുതി പോകുന്നതിനെ ചെയിൻ റൂൾ എന്ന് പറയും. ചെയിൻ റൂളിനോട് ചേർന്ന് നമുക്ക് അതിന് എളുപ്പത്തിൽ കിട്ടാനായിട്ടുള്ള സ്ട്രാറ്റജിക്കൽ ഓപ്പറേഷൻ സ്റ്റൈൽസിനെയും കൂടെ പരീക്ഷിക്കണം. അപ്പൊ ഇവിടെ നമുക്ക് അത്തരത്തിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരാളാണ് ഡിജിറ്റൽ സം. ഇപ്പൊ നമ്മൾ മുമ്പ് പെർസെൻറ്റേജിന്റെ ടോപ്പിക്സിലും ഡിജിറ്റൽ സമ്മിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. അപ്പൊ ഡിജിറ്റൽ സമ്മിനെ ഒന്ന് മനസ്സിലാക്കി വെച്ചോണം. ഡിജിറ്റൽ സം ഇത്രയേ ഉള്ളൂ. ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ കറക്റ്റ് ആണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിന്റെ ഡിജിറ്റൽ സം ആയിരിക്കും റൈറ്റ് ഹാൻഡ് സൈഡിന്റെ ഡിജിറ്റൽ സം. എന്ന് വെച്ചാൽ ഇത് അപ്ലൈ ചെയ്യുവാനായിട്ട് നമ്മൾ ആദ്യം ഉറപ്പിക്കേണ്ടത് നമ്മുടെ ഓപ്ഷൻസിന്റെ ഒക്കെ ഡിജിറ്റൽ സം വ്യത്യസ്തമാണ് എന്നാണ്. അപ്പൊ ആദ്യമേ തന്നെ എന്താ ഈ ഡിജിറ്റൽ സം എന്ന് മനസ്സിലാക്കണമല്ലോ. ഇതിലെ അക്കങ്ങളൊക്കെ കൂടെ കൂട്ടുന്നതാണ് ഡിജിറ്റൽ സം. അപ്പൊ ഇവിടെ നോക്കി 2 0 0 0 0. അതിന്റെ ഡിജിറ്റൽ സം 2 അല്ലേ ഉള്ളൂ. അപ്പൊ അവിടെ 2 കിട്ടി. അടുത്തത് നോക്കി 1 6 7 0 ഒക്കെ വിട്ടു. അടുത്ത് നോക്കി 4 2 6. അടുത്ത് നോക്കി 8 1 9. ഫോർച്ചുനേറ്റ്ലി എല്ലാ ഓപ്ഷൻസിന്റെയും ഡിജിറ്റൽ സംസ് വ്യത്യസ്തമാണ്. അപ്പൊ ഇനി നമ്മൾ ഇവിടെ ഡിജിറ്റൽ സം ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുകയാണ്. ഇവിടെ ഒറിജിനൽ പ്ലാറ്റ്ഫോമിൽ നിന്ന് മാറിയിട്ട് ഡിജിറ്റൽ സമ്മിന്റെ പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ കടന്നു. അപ്പൊ ഡിജിറ്റൽ സം അപ്ലൈ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യേണ്ടുള്ളൂ. ഈ എക്സ് അങ്ങനെ ഇട്ടു കേട്ടോ. എക്സ് ഇൻറ്റു 110ന്റെ ഡിജിറ്റൽ സം. 110 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 + 1 2 ബൈ 100നെ മൈൻഡ് ചെയ്യേണ്ട. ബൈ 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 തന്നെയാണ് അല്ലേ. അവിടെ ഡെസിമൽ ഒന്നും ഒരു പ്രശ്നമേ അല്ല. ഇനി അടുത്ത 115 നോക്കി. 115ന്റെ ഡിജിറ്റൽ സം 7 അല്ലേ. 125ന്റെയോ 8 വരും. റൈറ്റ് സൈഡിലോ? റൈറ്റ് സൈഡിൽ നോക്കി 5 2 7 3 10. 10 എന്ന് പറഞ്ഞാൽ 1. 10 ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇവിടെ ലെഫ്റ്റ് സൈഡ് ഒന്നും കൂടെ നോക്കി. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ 7 14. 14 എന്ന് പറഞ്ഞാൽ 5 ആണ് കേട്ടോ. 14 എന്ന് പറഞ്ഞാൽ 5. ഈ 7 14. അത് മനസ്സിലാക്കിക്കോണേ. ഈ 7 14. 14 എന്ന് പറയുമ്പോൾ 5. 8 40. 4 വന്നില്ലേ. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലായി എക്സ് ഇൻറ്റു 4 ഈക്വൽ ടു 1 എന്ന്. അപ്പൊ എന്തായിരിക്കണം എക്സിന്റെ ഡിജിറ്റൽ സം നമ്മൾ ഇനിയും കൊണ്ടുവരുന്നേ. അപ്പൊ അതുകൊണ്ട് നമുക്കിവിടെ പറയാം ഡിജിറ്റൽ സം ഓഫ് എക്സ് എന്ന് വെച്ചാൽ 1/4. 1/4 എന്ന് പറഞ്ഞാൽ എന്തെടുത്തോണം? സാധാരണ ഡിവിഷൻ എടുത്തോ. 0.25. 1/4 എന്ന് വെച്ചാൽ
0.25 എന്ന് വെച്ചാൽ അതിന്റെ ഡീറ്റെയിൽ സം എന്ത് വേണം? 7 എന്ന്. എന്താ ഇത് കൺക്ലൂഡ് ചെയ്യുന്നേ? നമ്മുടെ ആൻസറിന്റെ ഡിജിറ്റൽ സം 7 ആയിരിക്കണം എന്നാണ് ഈ പറയുന്നത്. നമ്മുടെ ആൻസറിന്റെ ഡിജിറ്റൽ സം 7 ആയിരിക്കണം. അപ്പൊ ഇവിടെ നോക്കിയേ, 7 ഡിജിറ്റൽ സം വന്നിരിക്കുന്ന ഏതേ ഉള്ളൂ? ഓപ്ഷൻ ബി അല്ലേ ഉള്ളൂ. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി. അപ്പൊ അതിനെ ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഇങ്ങനെ ചെയ്യുവാൻ സാധിച്ച, ഫെമിലിയർ ആയി കഴിഞ്ഞാൽ നോക്കൂ, ഇത്രയും വലിയ കാൽക്കുലേഷൻസ് ഒക്കെ വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് അവിടെ ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. അപ്പൊ ഒരു ക്ഷമയോട് കൂടിയിട്ട് അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കണേ. അപ്പൊ അവിടെ ഒരു ഹെസിറ്റേഷൻ നമ്മളിവിടെ കീപ്പ് ചെയ്യരുത്, സാവധാനം മനസ്സിലാക്കുക. ഇതിന്റെ പ്രിൻസിപ്പിൾ വളരെ സിമ്പിൾ ആണ്. ഒരു മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻ കറക്റ്റ് ആണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിന്റെ ഡീറ്റെയിൽ സം എന്താണോ അത് തന്നെയായിരിക്കും റൈറ്റ് ഹാൻഡ് സൈഡിന്റെ. ഇവിടെ ഒരു എക്സാമ്പിൾ നമ്മൾ കൺസിഡർ ചെയ്തപ്പോൾ ഡീറ്റെയിൽ സമ്മിന് ഒരു എക്സാമ്പിൾ, ഇപ്പൊ 12 + 13 നമുക്കറിയാം 25. ഈ 12ന്റെ ഡീറ്റെയിൽ സം 3 ആണെന്നും 13ന്റെ ഡീറ്റെയിൽ സം 4 ആണെന്നും 25ന്റെ ഡീറ്റെയിൽ സം 7 ആണെന്നും ഇപ്പൊ നിങ്ങൾക്ക് അറിയില്ലേ? അപ്പൊ നോക്കൂ, ഇവിടെ 3ഉം 4 കൂടെ കൂട്ടുമ്പോ ഈ 7 തന്നെ വന്നില്ലേ? ഇതാണ് ഇതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻ കറക്റ്റ് ആണെങ്കിൽ അതിന്റെ ഡിജിറ്റൽ സംസും ഈ കണ്ടീഷൻ ഹോൾഡ് ചെയ്യും, സാറ്റിസ്ഫൈ ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ അതിൻ്റെ അകത്ത് മൾട്ടിപ്ലിക്കേഷനിൽ ഇത് ആപ്ലിക്കബിൾ ആണ്, സബ്ട്രാക്ഷനിൽ ആപ്ലിക്കബിൾ ആണ്. ഇത് ഓരോന്നും ചെയ്യുമ്പോൾ പല സിറ്റുവേഷൻസിലും ചില ലിമിറ്റേഷൻസ് ഒക്കെ വരും. അതിനെ നമുക്ക് വഴിയേ പഠിക്കാം. ഇപ്പൊ ബേസിക് ആയിട്ട് മനസ്സിലാക്കണം, ഇത്തരം കാൽക്കുലേഷൻസ് വരുന്ന സാഹചര്യത്തിൽ ഓപ്ഷൻസിന്റെ ഒക്കെ ഡീറ്റെയിൽ സംസ് വ്യത്യസ്തമാണെങ്കിൽ ഇത് എഫക്റ്റീവ്ലി ആപ്ലിക്കബിൾ ആണ് എന്നുള്ളത്. ഗോവിന്ദ് ബോർഡ് 2 items at a total cost of 4,800. അപ്പൊ 2 ആർട്ടിക്കിൾസിന്റെ ടോട്ടൽ കോസ്റ്റ് ആണ് ഈ പറഞ്ഞത് 4,800. ഈ സോൾഡ് 1 item 34% പ്രോഫിറ്റും ആൻഡ് ദ അതർ അറ്റ് 10% ലോസിലുമാണ്. 2 ഐറ്റംസും കൂടെ 5,442 രൂപയ്ക്ക് സെല്ല് ചെയ്തു. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ കോസ്റ്റ് പ്രൈസ്? ഇപ്പൊ ഇത്തരം ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ നോക്കേണ്ടത്, ആദ്യത്തതിലുള്ള പ്രോഫിറ്റ് പെർസെൻറ്റേജ് നമുക്ക് തന്നിട്ടുണ്ട്, രണ്ടാമത്തതിലുള്ള ലോസ് പെർസെൻറ്റേജ് 2 ആർട്ടിക്കിളാണ് കേട്ടോ, 2 ആർട്ടിക്കിൾ. ആകെ പ്രോഫിറ്റ് കിട്ടും നമുക്ക് ഇവിടെ നിന്ന്, ബിക്കോസ് സെല്ലിംഗ് പ്രൈസ് ഇതാണ്. ആകെ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായി 4,800 നിന്ന് 5,442 എത്രയാണ് കൂടിയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ ആകെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ പാടാണ്. അപ്പൊ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യാണ് ഈ ആദ്യം പറഞ്ഞ പ്രോഫിറ്റ് പെർസെൻറ്റേജ്, അത് ടോട്ടലിൽ നമ്മൾ അങ്ങ് അപ്ലൈ ചെയ്യുക. ഇപ്പോൾ ഇവിടെ നമ്മൾ അലിഗേറ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. അലിഗേറ്റിംഗ് പ്രോഫിറ്റ് ഓർ ലോസ് എമൗണ്ട് ആണ് കൊണ്ടുവരിക. അപ്പൊ നമ്മൾ നോക്കേണ്ട ഇത്രയേ ഉള്ളൂ, 34% ഓഫ് 4,800 എത്രയായിരുന്നു എന്നങ്ങ് നോക്കി. 34% ഓഫ് 4,800. അപ്പോൾ കാൽക്കുലേഷൻ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഈ 34ഉം 48 ഗുണിച്ചാൽ പോരെ, 2 സീറോസ് അങ്ങ് മാറ്റി. അപ്പൊ ഇവയെ മൾട്ടിപ്ലൈ ചെയ്തു, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇപ്പൊ ബൈ മൈൻഡ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, ദാറ്റ്സ് ബെറ്റർ. അപ്പൊ അല്ലെങ്കിൽ എന്ത് ചെയ്യണം, 50 times of 34 എന്ന് 2 times of 34 സബ്ട്രാക്ട് ചെയ്യുക, അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഞാൻ ഇവിടെ നേരിട്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാണ്. 4 32, 3 മിച്ചം, 4 × 4 16 + 3 19, 19 + 24 എത്രയെന്ന് തോന്നോളും. അപ്പൊ ഇവിടെ ആദ്യത്തെ കേസ് വന്നു 8 × 4 32, അതിന്റെ 3 ഉണ്ട് അവിടെ. അപ്പൊ ഇവിടെ വന്നപ്പോഴത്തേന് 16 + 3 19, 19 + 24. അപ്പൊ നമുക്ക് അവിടെ 43 എന്ന് കിട്ടി. 4 റിമൈൻഡർ there. അപ്പൊ 12 4 16 എന്ന് കിട്ടിക്കോളും. ഇപ്പൊ ഇവിടുത്തെ വാല്യൂ 1632 എന്ന് കിട്ടി. ഇനി അടുത്തായിട്ട് രണ്ടാമത് ലോസ് അല്ലേ സംഭവിച്ചേ, അതിനെ നമുക്ക് ഇങ്ങനെ കൺസിഡർ ചെയ്യാം. ആകെ കോസ്റ്റിന്റെ 10% ആണ് ലോസ് സംഭവിച്ചെന്ന് കരുതിക്കോ. ആകെ കോസ്റ്റിന്റെ 10%. അപ്പൊ 10% കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 480 എടുക്കാം. അപ്പൊ എന്താണ് ആകെ പ്രോഫിറ്റ്? അപ്പൊ ഈ ആകെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം, 4,800 എന്ന് പറയുന്നത് ആണ് 5,442 രൂപയ്ക്ക് നമ്മളിപ്പോ വിറ്റിരിക്കുന്നത്. അപ്പൊ ഇവിടെ കൂടിയത് 642 രൂപയല്ലേ. അപ്പൊ ഈ ആകെ പ്രോഫിറ്റിനെ നമുക്ക് നടുക്ക് ഇങ്ങനെ എഴുതാം. കാരണം എന്തുകൊണ്ടാണ് നമ്മൾ ഈ പ്രോഫിറ്റ് എമൗണ്ടുകളെ അല്ലെങ്കിൽ പ്രോഫിറ്റ് ഓർ ലോസ് എമൗണ്ട്സിനെ അലിഗേറ്റ് ചെയ്യാൻ കാര്യം എന്ന് വെച്ചാൽ പെർസെൻറ്റേജ് ഓഫ് നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ അത്ര എളുപ്പമല്ലാത്തത് കൊണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇവിടെ അലിഗേറ്റ് ചെയ്യാന്ന് വെച്ചാൽ വലിയ സംഖ്യ എന്ന് ചെറിയ സംഖ്യ കുറയ്ക്കുക. അപ്പൊ 1632 നിന്ന് 642 കുറച്ചു എന്ന് പറയുമ്പോൾ 990 ആണ്. ഇവിടെ അലിഗേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോണം,
642 നിന്ന് -480 ആണ് കുറയ്ക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ അവ തമ്മിൽ ആഡ് ചെയ്യപ്പെടും അല്ലേ? അപ്പോൾ അവ തമ്മിൽ ആഡ് ചെയ്യുമ്പോഴത്തേന് എത്ര 1122 എന്ന് വന്നു. നോക്കി 1122 990 രണ്ടിനെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ എന്തായിരിക്കും കിട്ടുക എന്ന് നോക്കിയാൽ നമുക്ക് ഒറ്റ തന്നെ മനസ്സിലായി. രണ്ട് സംഖ്യകളും 11 കൊണ്ട് ഡിവിസിബിൾ ആണ്. ഒരു സ്റ്റെപ്പ് കൂടെ കടന്നു പറഞ്ഞ് 22 കൊണ്ട് ഡിവിസിബിൾ ആണ്. അപ്പൊ ആദ്യം നമുക്ക് 11 കൊണ്ട് ഇപ്പൊ ഇവിടെ 1122 990. അപ്പൊ ഇവരെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാണ്. അപ്പോൾ ഒന്ന് സിംപ്ലിഫൈ ചെയ്തു. അപ്പൊ 11 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 11 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 102 വന്നു. ഇവിടെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 90. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു 51. ഇവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 45. അപ്പൊ നമുക്ക് മനസ്സിലായി ഇവിടെ ഫൈനൽ റേഷ്യോ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഫൈനലി കിട്ടിയിരിക്കുന്ന റേഷ്യോ ഇതിന്റെ സിംപ്ലിഫൈഡ് ഫോമാണ്. ഇതെന്തിന്റെ റേഷ്യോ ആയിരിക്കും ഈ കിട്ടിയിട്ടുണ്ടാവുക? ഇത് ആ രണ്ട് കോസ്റ്റ് പ്രൈസുകളുടെ റേഷ്യോ ആണ്. ഓർത്തോണം, പ്രോഫിറ്റ് ലോസ് അമൗണ്ട്സ് തമ്മിൽ അലിഗേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഫൈനലി കിട്ടുന്ന റേഷ്യോ ആ രണ്ട് കോസ്റ്റ് പ്രൈസുകളുടെയാണ്. ആകെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിക്കോ. ഇത് രണ്ടും കൂടെ കൂട്ടി 51 45 കൂടെ കൂട്ടി. അപ്പോൾ അതിനെ വേണമെങ്കിൽ വീണ്ടും റെഡ്യൂസ് ചെയ്യാമോ? ഈ രണ്ട് സംഖ്യകളും 3ന്റെ മൾട്ടിപ്പിളും കൂടിയാണല്ലേ. അപ്പോൾ വേണമെങ്കിൽ അങ്ങനെയും കൂടെ നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്തുകൊണ്ടുവരാം. ഇത് 17 3 ഇത് 15 3. അപ്പൊ അങ്ങനെയും കൂടെ ഡിവൈഡ് ചെയ്തു. അപ്പൊ അങ്ങനെയും കൂടെ ഡിവൈഡ് ചെയ്ത് കുറച്ചുകൂടെ എളുപ്പത്തിൽ നമുക്ക് ആ വാല്യൂസിനെ കൊണ്ടുവരാം. മോസ്റ്റ് സിംപ്ലിഫൈഡ് വാല്യൂ ആയിട്ട് കൊണ്ടുവന്നാൽ 17:15 എന്ന് വന്നു. 17ഉം 15ഉമായിട്ടുള്ള സം എന്ന് പറയും 32 ആണ്. ഈ 32 സൂചിപ്പിക്കുന്നതാണ് 4800 ആകെ കോസ്റ്റ്. 32 സൂചിപ്പിച്ചത് 4800 ആണ്. അങ്ങനെയെങ്കിൽ നമുക്കിവിടെ നോക്കേണ്ടത് ഇവര് തമ്മിലുള്ള ഡിഫറൻസ് 2 അല്ലേ? 2 എന്തിനെയാണ് സൂചിപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് അവിടെ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ നോക്കിയോളൂ, 32നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് ഈ പറഞ്ഞ 4800 വരിക എന്നാണ് നോക്കേണ്ടത്. അപ്പൊ 32 × 15 ചെയ്യുമ്പോഴാണ് 480 വരിക. ഒരു 0 കൊണ്ട് ഇട്ടു 150. അപ്പൊ ഇത്ര ആലോചിച്ചാൽ മതി. 10 തവണ 32 എത്രയാ? 320. 5 തവണ 32 160. 320 160 കൂടെ ചേർന്നല്ലേ 480 വരിക. അപ്പൊ ഇവിടെ 2 സൂചിപ്പിക്കുന്ന അപ്പൊ 2 × 150 2 × 150 എത്രയെന്ന് കിട്ടിക്കോളും? 300. അപ്പൊ ഇച്ചിരി കാൽക്കുലേറ്റീവ് ആണ് ആ ക്വസ്റ്റ്യൻ. ബട്ട് അവിടെ കൊണ്ടുവന്ന സ്ട്രാറ്റജിക്കൽ മെത്തേഡ് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എമൗണ്ട് വൈസ് അതിനെ അലിഗേറ്റ് ചെയ്യാം. അപ്പൊ ഇത്തരം ക്വസ്റ്റ്യൻസ് കൺവീനിയന്റ് ആയിട്ട് നമുക്ക് അവിടെ ചെയ്യാൻ പറ്റണമെങ്കിൽ ഈ അലിഗേഷൻ എന്നുള്ള കോൺസെപ്റ്റ് വ്യക്തമായിരിക്കണേ. അടുത്ത ചോദ്യം നോക്കൂ. ആനന്ദ് പർച്ചേസ്ഡ് ആൻ ഐറ്റം ആൻഡ് ഇൻകർഡ് 127 in repair expenses. അപ്പൊ അഡീഷണൽ ആയിട്ട് ഒരു 127 രൂപ അവിടെ സ്പെൻഡ് ചെയ്തു. Subsequently he sold it to Bharat with a 52% profit. Bharat sold the item for 4788, making a 44% loss. What was the original cost of the item? അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഒരു ഐറ്റം അതിന്റെ 127 റുപ്പി കൂട്ടി അത് ഭരത്തിന് ഒരു 52% പ്രോഫിറ്റിനാണ് സെല്ല് ചെയ്തിരിക്കുന്നത്. ഭരത് അത് അവസാനം 4788 രൂപയ്ക്ക് സെല്ല് ചെയ്ത് ഒരു 44% ലോസിലാണ്. അപ്പൊ ഇവിടെ സംഭവിച്ചിരിക്കുന്ന മാറ്റത്തെ കുറിച്ച് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്തോണം. ഈ x+127 ഇതാണല്ലോ ആദ്യത്തെ അതിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത്, എക്സ്പെൻസ് എന്ന് പറയുന്നത്. അതൊരു 52% പ്രോഫിറ്റിന് സെല്ല് ചെയ്തു എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് ഇങ്ങനെ എഴുതാം 152/100. കിട്ടിയോ? എക്സ് പ്ലസ് എന്നുള്ളത് 152/100. x+127 52% കൂട്ടി. അത് വീണ്ടും ഭരത് അത് സെല്ല് ചെയ്തിരിക്കുന്നത് എത്രയ്ക്കാണ്? 44% ലോസിനാണ്. 44% ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 44% കുറയണം. 100ൽ നിന്ന് 44% കുറയണം. അപ്പൊ എത്ര ശതമാനം എക്സിസ്റ്റ് ചെയ്യും? 56% എക്സിസ്റ്റ് ചെയ്യും. ഇങ്ങനെ വന്ന വാല്യൂ ആണ് 4788. എങ്കിൽ എന്തായിരിക്കും x+27 എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പൊ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാൻ x+127. അപ്പൊ അതിന് മുമ്പ് തന്നെ ഇവിടെ നോക്കണം എന്തൊക്കെ സിംപ്ലിഫിക്കേഷൻസ് ഇവിടെ സാധ്യമാണ് എന്നുള്ളത് നമ്മൾ നോക്കുക. ഇപ്പൊ സിംപ്ലിഫിക്കേഷൻസിനെ ഇവിടെ കൺസിഡർ ചെയ്തപ്പോഴത്തേന് മനസ്സിലായി 2നെ 2 കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതെന്ന് എടുക്കൂ. ഇപ്പൊ 2 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാണ്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എത്രയെന്ന് വന്നോളൂ?
76 എന്ന് വന്നോളൂ. 4 കൊണ്ട് ഡിവിസിബിൾ ആണ്. 76നെ വീണ്ടും അവിടെ ഡിവൈഡ് ചെയ്യും. ഇപ്പൊ എത്ര വന്നോളും? അപ്പൊ ആ ഒരു വേയിൽ നമുക്ക് അതിനെ സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവരാം. ഇപ്പൊ സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവന്നപ്പോഴത്തേന് ഇവിടെ മനസ്സിലായി ദിസ് ഈസ് ഈക്വൽ ടു 38 എന്ന് വന്നു. 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴേ ഇവിടെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എത്ര വന്നു? 25. അപ്പൊ കാര്യം വളരെ സിമ്പിൾ. നമ്മൾ 52നെ കുറിച്ച് ചിന്തിച്ചാൽ മതി. 52 എന്ന് പറയുമ്പോഴത്തേക്കിന് എത്ര മൾട്ടിപ്പിൾസ് വന്നോളും? അവിടെ നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത് ദാറ്റ് വിൽ ബി ഈക്വൽ ടു 13. അപ്പൊ 25 + 13 എന്ന് വന്നോളും. ഇവിടെ ഇനിയും കൺസിഡർ ചെയ്തു 56 എന്ന്. 56 വരും. ഇവിടെ 56നെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ 7 56 ആയിരുന്നു. അപ്പൊ ഇത് 14 7 വരും. അപ്പൊ 14 4 വരും. ഇവിടെ വന്നപ്പോ 25. അപ്പൊ x + 127 എന്താണ് എന്ന് ചോദിച്ചാൽ 4788 ഇൻറ്റു 25/38 ഇൻറ്റു 25/14. ഇതിനെ ഇനി ഡിവൈഡ് ചെയ്ത് കൊണ്ടുവരില്ലേ ചെയ്യണ്ടേ? അപ്പൊ ഇവിടെ സാധാ സിംപ്ലിഫിക്കേഷൻസിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ്. അപ്പൊ ഇവിടെ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവരാനായിട്ട് നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ഫോമിൽ ഇവിടെ ആദ്യമേ ഞാൻ ഈ 2 നമ്പറിനെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് 19 എന്ന് വരും, ഇത് 7 എന്നും വരും കേട്ടോ. അപ്പൊ 4 കൊണ്ട് ഇവിടെ ഡിവൈഡ് ചെയ്താൽ എന്ത് വരും? ഒരു 4 വന്നു. 7ന്റെ അകത്ത് ഒരു 4 ഉള്ളൂ. 38ന്റെ അകത്ത് 4 എത്ര വന്നു? 9 4 36. 28ന്റെ അകത്തോ 7 4 28. ഇങ്ങനെ. ഇനി നമുക്ക് മനസ്സിലായി ഇതിനെ അപ്പൊ 7 കൊണ്ട് ഡിവൈഡ് ചെയ്തേ പറ്റൂ. അപ്പൊ 7 കൊണ്ട് ഇനി നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന സ്റ്റെപ്പാണ് 1197. അതിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 1 7 7 49 7 7 49. ലാസ്റ്റ് 7 വന്നു. 1 7. അപ്പൊ ഇവിടെ ഇതിനെ കട്ട് ചെയ്തു. ഇനി ആ കിട്ടിയതിനെ 19 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 19 ഇപ്പൊ എത്ര വന്നോളും? 19 ഇൻറ്റു 9 എന്ന് പറയുന്നത് 171 ആണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇതിനെ നമുക്ക് എങ്ങനെ കൊണ്ടുവരാം? 9 ഇൻറ്റു 25 ഇൻറ്റു 25. അപ്പൊ ഇതായിരിക്കും നമുക്ക് x + 127 എന്ന് പറയുന്നത്. അപ്പൊ അതിനി എത്രയാണ് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ 9 ഇൻറ്റു 25 ഇൻറ്റു 25. അപ്പൊ നമുക്ക് മനസ്സിലായി അത് 625 ഇൻറ്റു 9 ആണ്. സാധാ മൾട്ടിപ്ലിക്കേഷൻ കൊണ്ട് ഒരു 50 45 4 29 18 4 22 2 54 2 56. ഇത്രയും വന്നു. 5625 എന്ന് വന്നു. 5625. അപ്പൊ ഇവിടെ ഇത് 5625 ആണ്. അപ്പൊ x + 127 ആണ് 5625 എങ്കിൽ എക്സ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ അതിൽ നിന്ന് 127 സബ്ട്രാക്ട് ചെയ്താൽ പോരെ? അതിൽ നിന്ന് 127 സബ്ട്രാക്ട് ചെയ്യുന്നു. അപ്പൊ നമുക്ക് മനസ്സിലായി 8 7 15 ആണ്. 3 വന്നപ്പോ 9 ആണ്. 2 വന്നപ്പോ 4 ആണ്. 5498 എന്ന് വന്നില്ലേ? 5498. അപ്പൊ അത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് ആണ് അവിടെ വരുന്നത്. അപ്പൊ അതിന് നമ്മൾ എന്തെങ്കിലും മറുമരുന്നുണ്ടോ? എങ്ങനെയെങ്കിലും നമുക്ക് എളുപ്പത്തിൽ ഇതിലേക്ക് കൊണ്ടുവരാം. ഇതാണ് നമ്മൾ ഇനി കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അതിന് എളുപ്പവഴികൾ എന്തെങ്കിലും സാധ്യമാണോ എന്നുള്ളത് നമുക്ക് ഇനി ഇവിടെ കൺസിഡർ ചെയ്യും. അപ്പൊ നമുക്ക് മനസ്സിലായി ഇവിടെ കോസ്റ്റ് പ്രൈസ് ഉണ്ട്. ഇപ്പൊ ഇവിടെ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസിന്റെ കൂടെ നമ്മുടെ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എന്താണോ കോസ്റ്റ് അതിന്റെ കൂടെ 127 കൂടെ ആഡ് ചെയ്യുന്നതല്ലേ. നമ്മൾ എക്സ്പെൻഡിച്ചറിൽ നിന്ന് മുന്നോട്ടേക്ക് പോവാണ് കേട്ടോ. എക്സ്പെൻഡിച്ചർ അതിൽ നിന്ന് നമുക്ക് മനസ്സിലായി 52% കൂട്ടിയാണ് വിറ്റത്. ഇപ്പൊ ഇങ്ങനെ എഴുതി. അതിന്റെ 44% കുറച്ചാണ് അടുത്തയാള് സെല്ല് ചെയ്തിരിക്കുന്നത്. ആ എമൗണ്ട് ആണ് 4788 എന്ന്. അപ്പൊ എന്തായിരിക്കും എക്സ്പെൻഡിച്ചർ എന്നുള്ളത് കണ്ടുപിടിക്കാം. എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 4788 ഇൻറ്റു 100/152 ഇൻറ്റു 100/56. അപ്പൊ നമ്മൾ വേറെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ഓപ്പറേഷൻസിലേക്കൊന്നും പോകുന്നില്ല. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് മനസ്സിലായി കോസ്റ്റ് പ്രൈസ് അപ്പൊ എന്താണ് നമ്മുടെ ചോദ്യം. അപ്പൊ അങ്ങനെ വന്നാൽ അത് എക്സ്പെൻഡിച്ചർ -127 ആയിരിക്കില്ലേ. അപ്പൊ ഇവിടെ ആ സ്റ്റെപ്പിനെയും കൂടെ നമ്മൾ കണക്ട് ചെയ്യണം. എന്തായിരിക്കണം കോസ്റ്റ് പ്രൈസ്? കോസ്റ്റ് പ്രൈസ് മനസ്സിലായി. ഇത് 4788 ഇൻറ്റു 100/56
152 into 100/56 മൈനസ് 127. എന്തിനാ നമ്മൾ ഈ സ്റ്റെപ്പ് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയെന്ന് വെച്ചാൽ ഇവയുടെ ഒക്കെ ഡിജിറ്റൽ സമ്മിനെ എനിക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുമോ നോക്കാനാണ്. അതിന് മുന്നോടിയായിട്ട് നമുക്ക് ഓപ്ഷൻസിന്റെ ഡീറ്റെയിൽ സംസ് ഒക്കെ ഡിഫറെൻ്റ് ആണ് എന്ന് ഉറപ്പിക്കണം. ഇവിടെ മനസ്സിലാക്കിക്കണോ 5, 4, 9. ഒരു കാര്യം കൂടെ ഇവിടെ മനസ്സിലാക്കൂ. 9 ഏത് സംഖ്യയോട് കൂട്ടുമ്പോഴും ആ കൂട്ടുന്ന സംഖ്യ തന്നെയായിരിക്കും ഡിജിറ്റൽ സം. ആ ഒരു പോയിന്റും കൂടെ നമ്മളിവിടെ ശ്രദ്ധിച്ചോണം. 9 എന്നുള്ള സംഖ്യ, 9 ഏത് സംഖ്യയോട് കൂട്ടിയാലും ആ കൂട്ടുന്ന സംഖ്യ തന്നെയായിരിക്കും ഡിജിറ്റൽ സം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. 9 + 5 എന്താ വരിക? 14. ആ 14 1, 4 കൂട്ടുമ്പോഴും എന്താ? 5 തന്നെ വരും. 9 + 7 16. 1, 6 കൂട്ടിയാലും 7 തന്നെയാണ്. ഇത് 9ന് മൾട്ടിപ്ലിക്കേഷൻ മറ്റൊരു പ്രത്യേകതയുണ്ട്. അത് ഈ സാഹചര്യത്തെ ഒന്ന് മനസ്സിലാക്കി വെച്ചു. 9 ഏത് സംഖ്യയോട് മൾട്ടിപ്ലൈ ചെയ്താലും ഡിജിറ്റൽ സം 9 തന്നെയായിരിക്കും. ഇത് 9ന്റെ 2 പ്രധാന പ്രത്യേകതകളാണ് കേട്ടോ. 9 ഏതിനോട് കൂട്ടിയാലും ആ കൂട്ടുന്ന തന്നെയായിരിക്കും സംഖ്യ തന്നെയായിരിക്കും ഡിജിറ്റൽ സം. 9 എന്തിനോട് ഗുണിച്ചാലും 9 തന്നെയായിരിക്കും ഡിജിറ്റൽ സം. അപ്പൊ അങ്ങനെ വന്നാൽ ഇവിടെ കണ്ട് ഈ 5, 4, 9 അല്ലേ, വിട്ടേക്കണം. അടുത്ത 9 വിട്ടു, പിന്നെ 8 എടുത്താൽ പോരെ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ പറഞ്ഞത്. ഇത് നമുക്ക് മനസ്സിലായി. 3, 5, 15 എന്ന് വെച്ചാൽ 6 വന്നത്. ഇവിടെ അടുത്ത് നോക്കിയോളൂ. ഇവിടെ നോക്കിയപ്പോഴത്തേക്കിന് ഇതെല്ലാം കൂടെ കൂട്ടിയ 18. 18 എന്ന് പറയുമ്പോൾ 9 കിട്ടു. ഇവിടെ വീണ്ടും അടുത്ത് നോക്കി. അടുത്ത വാല്യൂസ് നമ്മൾ കൺസിഡർ ചെയ്തപ്പോൾ 8, 6, 8, 2, 10, 16, 5, 21, 3. ഇപ്പൊ വ്യത്യസ്ത ഡീറ്റെയിൽ സംസ് ആണ്. ഇനി എങ്ങനെ ഇവിടെ അപ്ലൈ ചെയ്യുക ഡീറ്റെയിൽ സം? ഇപ്പൊ ഡീറ്റെയിൽ സം നമ്മളിവിടെ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോണം. ഡീറ്റെയിൽ സമ്മിന്റെ പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഈ സംഖ്യ ഇതിന്റെ ഡീറ്റെയിൽ സമ്മിനെ കുറിച്ച് ചിന്തിച്ചു. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലായി ഈ വാല്യൂസ് കൂട്ടുമ്പോൾ 4, 7, 11, 11, 8, 19, 19, 8, 27. അപ്പൊ പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഇതിന്റെ ഡിജിറ്റൽ സം 27 എന്നായി. അതിന്റെ ഡിജിറ്റൽ സം 27 അഥവാ ഇത് 9 ഇതിന്റെ ഡിജിറ്റൽ സം എന്നുള്ളത് കൊണ്ട് നമുക്കിവിടെ ഒരു കാര്യം മനസ്സിലാക്കി. എൻ്റെയർ ഈ വാല്യൂസും എൻ്റെയർ ഇത്രയും ഓപ്പറേഷന്റെ ഡിജിറ്റൽ സം. കാര്യം എന്താ? 9 കൊണ്ട് എന്തിനെ ഗുണിച്ചാലും ഡിജിറ്റൽ സം എന്ത് തന്നെ വരും? 9 തന്നെ വരും. അപ്പൊ എൻ്റെയർ ഇത്രയും പാർട്ടിന്റെ ഡിജിറ്റൽ സം 9 എന്ന് പെട്ടെന്ന് മാറി. മൈനസ് ഇവിടെ ശ്രദ്ധിച്ചോണം. ഇവിടുത്തെ ഡിജിറ്റൽ സം 1 അല്ലേ? സൂക്ഷിച്ചു നോക്കിയേ. 7, 8, 9 മിച്ചം 1. അപ്പൊ 9 - 1, 9 - 1 8. 8 ഡിജിറ്റൽ സം വരുന്നതായിരിക്കും നമ്മുടെ ആൻസർ. ഹെൻസ് ആൻസർ ഈസ് ഫസ്റ്റ് ഓപ്ഷൻ. നോക്കൂ എത്ര എളുപ്പത്തിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റിയെന്ന്. അപ്പൊ ഡിജിറ്റൽ സമ്മിനെ അവിടെ എഫക്റ്റീവായിട്ട് ഒന്ന് മനസ്സിലാക്കി വെച്ചോണം. ഒന്ന് കൃത്യമായിട്ട് അതിനെ മനസ്സിലാക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഉമേഷ് sold an article at a loss of 22%. If he had bought the item at 5% less and had sold it for 935 more, then he would have gained 15% by the cost price of the article. മറ്റൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റ് പ്രൈസിനെ സെല്ലിംഗ് പ്രൈസിനെ അസ്യൂം ചെയ്യാം. ഇപ്പൊ കോസ്റ്റ് പ്രൈസ് 100 ആണെന്ന് കരുതും. ഉമേഷ് സോൾഡ് ആൻ ആർട്ടിക്കിൾ അറ്റ് എ ലോസ് ഓഫ് 22%. അപ്പൊ 100ൽ നിന്ന് ഒരു 22 കുറച്ചു 78 സെല്ല് ചെയ്തിരിക്കുന്നത് മനസ്സിലായി. ഇഫ് ഹി ഹാഡ് ബോട്ട് ദ ഐറ്റം അറ്റ് 5% ലെസ്, ഇവിടെയാണ് ഒരു 5% കുറയ്ക്കേണ്ടത്. സാഹചര്യം ഇത്രയേ ഉള്ളൂ. ഓൾറെഡി ഉമേഷ് ഇതൊരു 22% ലോസിന് വിറ്റിരിക്കുകയാണ്. അപ്പോൾ ഉമേഷിന് ഒരു 5% നഷ്ടം സംഭവിച്ചു. കുറച്ച് വിലയിൽ സാധനം കിട്ടി. നഷ്ടം സംഭവിച്ചു എന്നല്ല, ഒരു 5% കുറച്ച് വിലയ്ക്ക് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റിയെന്ന് കരുതൂ. എന്ന് വെച്ചാൽ 95 രൂപയ്ക്ക് കിട്ടി. ആൻഡ് സോൾഡ് ഇറ്റ് ഫോർ 935 മോർ. ഇവിടെ എന്തോ വില കൂട്ടി വിറ്റു. പക്ഷേ ആ 935 എന്നുള്ളത് ഇവിടെ നമ്മൾ എഴുതാൻ പാടില്ല, ഇപ്പൊ എഴുതാൻ പാടില്ല. കാര്യം 935 എമൗണ്ടും ബാക്കിയുള്ള ഡേറ്റ എല്ലാം പെർസെൻറ്റേജും അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ അടുത്ത് കണക്ട് ചെയ്യാൻ പറ്റുന്ന എന്താ? ഗെയിൻഡ് 15% എന്ന് പറഞ്ഞില്ലേ. അപ്പൊ അത് മാത്രം കൊണ്ടുവരിക. 15% ഇവിടെ കൂടണം. അത് ഇങ്ങനെയാണ്. നിലവിൽ ഇപ്പോൾ കോസ്റ്റ് പ്രൈസ് 95 ആണ്. അതിന്റെ 15% കൂടണം. അപ്പൊ നോക്കാം അതെന്തായിരിക്കും? 15% ഓഫ് 95. അപ്പൊ 10% ഓഫ് 95 അത് നമുക്കറിയാം 9.5. അപ്പോൾ 5% ഓഫ് 95 എന്ന് പറയുമ്പോൾ അത് ഈ 9.5ന്റെ പകുതിയല്ലേ. ഈ 9.5ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 4.75. അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടി നോക്കിയോ. 5, 5, 7, 12, 14 വന്നില്ലേ. ഇത് 14.25 ആണ്.
അപ്പൊ ഇവിടെ 14.25 കൂട്ടുന്നതായിട്ട് സങ്കല്പിച്ചു. അപ്പൊ ഇവിടെ മനസ്സിലായി ഈ വാല്യൂസ് കൂട്ടുമ്പോ ഇത് 0.25, 95ഉം 14ഉം കൂടെ കൂട്ടിക്കും 109 എന്ന് വരും. 109. അപ്പൊ നമ്മൾ നമ്മുടെ ഇല്ലസ്ട്രേറ്റഡ് സെറ്റ് ഓഫ് വാല്യൂസ് വെച്ചിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ്, ഇത് 100 ആണെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. അപ്പൊ ഇവിടെ എന്താ കൂടിയത് എന്നുള്ളത് ശ്രദ്ധിച്ചു. അപ്പൊ 78 എന്നുള്ളത് ഇപ്പൊ ഇവിടെ കൂടി നിൽക്കുന്നത് 109.25 ആയിട്ടാണ്. അപ്പൊ നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കണം അത് എത്ര അവിടെ കൂടിയിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ മനസ്സിലായി, ഒരു 31.25 കൂടിയിരിക്കുന്നത്. സൂക്ഷിച്ചു നോക്കി, 78 നിന്ന് 31.25 കൂടി. ആ 31.25 സൂചിപ്പിക്കുന്നതാണ് 935. ഇപ്പൊ നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാം. 31.25 ഇറ്റ് ഈസ് റെപ്രസെന്റിങ് ആൻ ആക്ച്വൽ 935. അങ്ങനെയാണെങ്കിൽ വാട്ട് 100 റെപ്രസെന്റ്സ്? ഇതാണ് ചോദ്യം. ഇങ്ങനെ വരും. അപ്പൊ ഇതിനെ ഇനി എങ്ങനെയാണ് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുക? അപ്പൊ ഇങ്ങനെ നോക്കിക്കോണം. 935 divided by 31.25 into 100. ഇവിടെയൊക്കെ ഇനി ഡീറ്റെയിൽ സംസ് ഒക്കെ പറ്റും കേട്ടോ, ഇത്തരം സിറ്റുവേഷൻസിലൊക്കെ അങ്ങനെ വേണമെങ്കിൽ ചിന്തിച്ചു. ഇപ്പൊ നമുക്ക് അതിനെ സിംപ്ലിഫൈ ചെയ്യുന്നിടത്ത് ഇതിന്റെ ഡീറ്റെയിൽ സം 4 ആണല്ലേ. എന്റെ ഡീറ്റെയിൽ സം 4. ഇതിന്റെ ഡീറ്റെയിൽ സമ്മോ സൂക്ഷിച്ചു നോക്കി, അത് 4. ഇതിന്റെ ഡീറ്റെയിൽ സമ്മോ, ഇതിന്റെ ഡീറ്റെയിൽ സം നോക്കി 16 4 20 23 5. ഇതിന്റെ ഡീറ്റെയിൽ സം 1 ആണ്. ഇവിടെ 2 പേരുണ്ട് 4 ഡീറ്റെയിൽ സം വന്നിരിക്കുന്നു. അതുകൊണ്ടുള്ളൊരു ചെറിയ പ്രശ്നം. എങ്കിലും അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ, ഇപ്പൊ നമുക്ക് ഇത് സോൾവ് ചെയ്തപ്പോൾ ഇതിന്റെ ആൻസർ ഡീറ്റെയിൽ സം 4 ആണെന്ന് കിട്ടിയ കഴിഞ്ഞാൽ കൺഫ്യൂഷൻ. പിന്നെ അവിടെ ഒരു ഫേവറബിൾ പാർട്ട് ഇതിൻ്റെയൊക്കെ യൂണിറ്റ് ഡിജിറ്റ് ഡിഫറെന്റ് ആണ്. അപ്പൊ അതൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് അവിടെ കൺക്ലൂഡ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ എനിവേ നമുക്ക് ഇവിടെ നോക്കാം. ഇപ്പൊ ഡീറ്റെയിൽ സം ആണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് എങ്കിൽ എന്താ സംഭവിക്കാന്ന് നോക്കണം. ന്യൂമറേറ്ററിന്റെ ഡീറ്റെയിൽ സം ഞാൻ പറഞ്ഞു 9 വന്നാൽ 9നെ വിട്ടു 8 എന്ന് എഴുതാം. ഡിനോമിനേറ്റർ 8 into 100 ആണ്. 100 എന്ന് വെച്ചാൽ 1 ഉള്ളൂ. ഡിനോമിനേറ്റർ നോക്കിയപ്പോൾ അത് 2 ആണ്. കണ്ടോ, ഇത് സോൾവ് ചെയ്യുന്നപ്പോൾ 4 വന്നു. അപ്പൊ ആകെ പ്രശ്നമായി. ഒന്നുകിൽ ഇതാകാം അല്ലെങ്കിൽ ഇതാകാം അല്ലേ. 2 പോസിബിലിറ്റീസ് വന്നു. അപ്പൊ ആ ഒരു പരിപാടിയാണ് ഇവിടെ ബുദ്ധിമുട്ട് വരുന്നത്. അപ്പൊ മൾട്ടിപ്പിൾ പോസിബിലിറ്റീസ്, മൾട്ടിപ്പിൾ ഡിജിറ്റൽ സംസ് ഓപ്ഷൻസിൽ എക്സിസ്റ്റ് ചെയ്താൽ പ്രശ്നമാവും. അപ്പൊ നമുക്കിനി അവിടുന്ന് രക്ഷപ്പെടാനായിട്ട് നമുക്ക് യൂണിറ്റ് ഡിജിറ്റ് കൊണ്ടുവരുന്നു എന്നുള്ളതിന് പകരം നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് ഇതിന്റെ ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ ഒരു 4 കൊണ്ട് ഗുണിക്കുന്നതായിട്ട് സങ്കല്പിച്ചു. അങ്ങനെ 4 കൊണ്ട് ഗുണിച്ചാൽ എന്താ അഡ്വാൻറ്റേജ്? ഡിനോമിനേറ്ററിന്റെ ഡെസിമൽ അങ്ങ് മാറിക്കുള്ളൂ. അപ്പൊ ഈ ഡിനോമിനേറ്റർ ഇപ്പൊ എന്തായി മാറി? ഇപ്പൊ ഇതിനെ നമുക്ക് ഇങ്ങനെ കൊണ്ടുവരാം. 935 into 100 into 4 divided by നോക്കിക്കോണം. 31 4 തവണ 124 ആണ്. 124 ഇത് 125 എന്ന് വന്നു. 124 പിന്നെ 0.25 into 4 എന്ന് പറയുമ്പോൾ ഒരു 1 കൂടെ കൂടി. അപ്പൊ ഇതിനെ ഇനി കട്ട് ചെയ്തു, 25 കൊണ്ട് കട്ട് ചെയ്തു. അപ്പൊ 4/5 എന്ന് വന്നു. ഇനി ഇവിടെ ഇതിനെ കട്ട് ചെയ്തു, ഇവിടെ കട്ട് ചെയ്യാണ്. 1 4 1 5 5 43ന്റെ അകത്ത് 8 40 35ന്റെ അകത്ത് 7. ഇനി നിങ്ങൾക്ക് ഇവിടെ യൂണിറ്റ് ഡിജിറ്റിനെ കുറിച്ച് ചിന്തിച്ചാൽ പോരെ. ഇപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലായി 7 4 28 4 32 2ൽ അവസാനിക്കണം. Therefore there is only one option, that is 2992. So answer is 2992. അങ്ങനെ കിട്ടിക്കോളൂ. അപ്പൊ അവിടെ കാൽക്കുലേഷൻസ് ആണ്, ബേസിക് കോൺസെപ്റ്റ്, ഓപ്പറേഷണൽ കോൺസെപ്റ്റ് ആദ്യം മനസ്സിലാക്കുക. ഇനി അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് എന്തൊക്കെ മാർഗം എന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പൊ സിമിലർ ടൈപ്പ് മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കിയോ. ഇവിടെ ഇപ്പൊ നമ്മൾ പറഞ്ഞ ഡീറ്റെയിൽ സമ്മോ മറ്റു കാൽക്കുലേഷൻ ട്രിക്സോ ഒക്കെ നോക്കിയോ. ആദ്യം അതിന്റെ കോൺസെപ്റ്റ് പാർട്ട് നോക്കുക. അഗേൻസ്റ്റ് സോൾഡ് ആൻ ആർട്ടിക്കിൾ അറ്റ് എ ലോസ് ഓഫ് 21%. ഇപ്പൊ നമ്മളിവിടെ കോസ്റ്റ് പ്രൈസ് സെല്ലിംഗ് പ്രൈസ് എന്ന് ചിന്തിച്ചു. ഇത് 100 ആണ്. ഒരു 21 ഇവിടെ നിന്ന് കുറച്ചാണ്. ലോസ് ഓഫ് 21%. ഇത് 79 എന്ന് ചിന്തിച്ചു. ഹാഡ് ഹി ബോട്ട്, അയാൾക്ക് 8% വില കുറച്ച് കിട്ടുകയും അതൊരു അസംഷനാണ് കേട്ടോ. 8% വില കുറച്ച് കിട്ടി. എന്ന് വെച്ചാൽ 92 രൂപ കിട്ടി. 198 രൂപ കൂട്ടി വിൽക്കുകയും ചെയ്താൽ 5% ലാഭം കിട്ടുമെന്നായി പറഞ്ഞു. അപ്പൊ 5% ലാഭം എന്നുള്ള ഇവിടെ എടുത്തോണം. 5% എന്ന് വെച്ചാൽ 9.2ന്റെ പകുതിയെ കുറിച്ച് ചിന്തിച്ചാൽ മതി. 92ന്റെ പകുതി നമുക്കറിയാം 46 ആണ്. അപ്പൊ 9.2ന്റെ പകുതി എന്താ 4.6 ആണ്. അപ്പൊ ഇതിവിടെ കൂട്ടിക്കഴിഞ്ഞാൽ 96.6 അല്ലേ. 92ന്റെ കൂടെ 4.6 കൂട്ടി. അപ്പൊ ഇവിടെ എന്താണ് കൂടിയത് എന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ചു. അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന വ്യത്യാസം ഇത് 0.6 ഉണ്ട്. 9 7 ആണ് 16 8 1. അപ്പൊ 17.6 ആണ് ഇവിടെ കൂടിയിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. 17.6.
ആ 17.6 സൂചിപ്പിക്കുന്നതാണ് 198. അപ്പൊ ഇങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം. 17.6 ദിസ് ഈസ് റെപ്രസെന്റിങ് 198. ദെൻ വാട്ട് 100 റെപ്രസെന്റ്സ്? 100 എന്തിനെ സൂചിപ്പിക്കും? ഇതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലായി ദിസ് ഈസ് 198 ബൈ 17.6 ഇൻറ്റു 100. അപ്പൊ ഇവിടെ ഒരു കാര്യം പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഈ പറഞ്ഞിരിക്കുന്ന വാല്യൂ 198 ഇതൊരു മൾട്ടിപ്പിൾ ഓഫ് 9 ആണ്. മൾട്ടിപ്പിൾ ഓഫ് 9. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഉത്തരവും മൾട്ടിപ്പിൾ ഓഫ് 9 ആയിട്ട് തന്നെ എക്സിസ്റ്റ് ചെയ്യും. കാര്യം ഡിനോമിനേറ്ററിൽ 3 ഇല്ല, ശ്രദ്ധിച്ചോണം. അപ്പൊ അങ്ങനെ വന്നാൽ മൾട്ടിപ്പിൾ ഓഫ് 9 എന്ന് പറയുന്നത് ആരാണ്? അക്കങ്ങളൊക്കെ കൂടെ കൂട്ടി നോക്കുകയാണ്. ഇവിടെ എല്ലാം കൂടെ കൂട്ടി നോക്കിയപ്പോഴത്തേക്കിന് 6 വന്നല്ലേ? ഡേറ്റിൽ സം 6ആണല്ലേ? 9 6 15. ഇറ്റ് ഈസ് നോട്ട് മൾട്ടിപ്പിൾ ഓഫ് 9. അടുത്ത നോക്കിയപ്പോൾ 6 6 12 8 20 ആണ്. 20 വെച്ചാൽ 2 ആണ്. അപ്പൊ ഇതല്ല. അടുത്ത നോക്കിയപ്പോഴത്തേന് എന്താ സംഭവിച്ചേ? ഈ വാല്യൂസ് 9 ആണ്. അപ്പൊ ഇതാകാം. അടുത്ത വാല്യൂസിനെ കൺസിഡർ ചെയ്ത് 5 6 11 8 19 ആണ്. 19 വെച്ചാൽ 1 ആണ്. അപ്പൊ ഇതുമല്ല. അപ്പൊ അതുകൊണ്ട് ഇവിടുത്തെ ആൻസർ നേരിട്ട് നമുക്ക് കൊണ്ടുവരാം. ദാറ്റ് ഈസ് 1125. ഓർത്തോണം, ഡിജിറ്റൽ സമ്മിന്റെ മറ്റൊരു വേർഷനാണ് നമ്മൾ അവിടെ കൊണ്ടുവന്നത്. കാര്യം 198 കണ്ടപ്പോഴേ മനസ്സിലായി മൾട്ടിപ്പിൾ ഓഫ് 9 ആണ്, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് 11 ആണ്. ഇങ്ങനെയൊക്കെയുള്ള കാര്യം കൊണ്ടുവരും. ബട്ട് മൾട്ടിപ്പിൾ ഓഫ് 11 എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ആ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. എന്തുകൊണ്ടാ? 176 എന്ന് പറയുന്നത് ഡെസിമലിനെ ഒന്നും ബോധർ ചെയ്യണ്ട. ഓക്കെ, 176 എന്ന് പറയുന്നത് 11 മൾട്ടിപ്പിളാ. അപ്പം ആൻസറിൽ 11 എക്സിസ്റ്റ് ചെയ്യത്തില്ല എന്ന് മനസ്സിലാക്കിക്കോണം. ഇവിടെ ഈ 11 കട്ടായി പോകും ഇല്ലല്ലോ. അപ്പൊ ആ ഒരു രീതിയിൽ നമുക്ക് ഏതൊക്കെ ഫാക്ടേഴ്സ് അവിടെ ഫൈനലി എക്സിസ്റ്റ് ചെയ്യും എന്നുള്ളത് ശ്രദ്ധിച്ചോ. മറ്റൊരു ട്രിക്കി കാൽക്കുലേറ്റിംഗ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. ചലഞ്ചിങ് ആണ്. നമ്മൾ പെർസെൻറ്റേജ് പഠിച്ച സക്സസീവ് വേരിയേഷൻ ഒക്കെ ഇവിടെ ആപ്ലിക്കബിൾ ആണ്. അപ്പൊ അതിന്റെ കോൺസെപ്റ്റിനെ ഒന്ന് മനസ്സിലാക്കാം. അനിൽ ബോട്ട് ദ ഫസ്റ്റ് പെൻ ഫോർ 100. അപ്പൊ 100 രൂപയ്ക്ക് ഒരു പേന വാങ്ങി. അത് 15% പ്രോഫിറ്റിലാണ് വിൽക്കാനായിട്ട് പ്ലാൻ ചെയ്തത്. ബട്ട് ബയർ എന്ത് ചെയ്തു? ബയർ ബാർഗെയിൻസ് ദ പ്രൈസ് ആൻഡ് ഹി ഹാസ് ടു ഓഫർ 29% ഡിസ്കൗണ്ട്. ചോദ്യത്തിന്റെ ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാലഞ്ചിങ് സെറ്റ് ഓഫ് വാല്യൂസ് ആണ്. അത്ര എളുപ്പത്തിൽ കിട്ടുന്ന വാല്യൂസ് അല്ല. അപ്പൊ 29% ഡിസ്കൗണ്ട് കൊടുത്തു. സെക്കൻഡ് പെൻ അറ്റ് 58% ഓഫ് ദ പ്രോഫിറ്റ്. 58% ഓഫ് ദ പ്രോഫിറ്റ് എന്നുള്ള പ്രയോഗം തെറ്റാണെങ്കിലും ആ ക്വസ്റ്റ്യന്റെ സ്ട്രക്ചറിൽ എങ്ങനെയാണ് തരിക? അത് 58% പ്രോഫിറ്റ് എന്നേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഫൈൻഡ് ദ ടോട്ടൽ പ്രോഫിറ്റ് ഹി ഹാഡ് ഇൻ ദിസ് ട്രാൻസാക്ഷൻ. അപ്പൊ ഇവിടെ ഫൈനലി എമൗണ്ട് ആണ് പ്രോഫിറ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഇച്ചിരി ബുദ്ധിമുട്ട് പിടിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ ഇതിനെ ഒന്ന് മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസി മെത്തേഡായിട്ട് നമുക്ക് കൊണ്ടുവന്നാൽ ആദ്യത്തത് ഈ ഓപ്പറേഷൻസ് ഒക്കെ ഇവിടെ കൺവീനിയന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് ഇവിടുത്തെ കോസ്റ്റ് പ്രൈസ് ആദ്യം 100 ആണ്. ഈ 100ന് എന്ത് സംഭവിച്ചു? അപ്പൊ 100 ആദ്യം ഒരു 15% കൂട്ടിയിട്ട് 29% കുറയ്ക്കുക. അപ്പൊ ഓർത്തോണം, ഒരു സക്സസീവ് വേരിയേഷൻ ആണ് കേട്ടോ. 15% കൂട്ടിയിട്ട് 29% കുറച്ചാൽ നമ്മൾ ഓൾറെഡി പഠിച്ചു എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് വൈ ബൈ 100. അതെടുത്ത് ഇവിടെ കൊടുത്തു എന്ന് കരുതുക. അപ്പോ 15 മൈനസ് 29 മൈനസ് 15 ഇൻറ്റു 29 ബൈ 100 എന്ന് വരും. അപ്പൊ ആലോചിച്ച് നോക്കി, 15 മൈനസ് 29, 15 മൈനസ് 29 വെച്ചപ്പോൾ മൈനസ് 14 മൈനസ് 15 ഇൻറ്റു 29 ബൈ 100. 15 ഇൻറ്റു 29 ബൈ 100 എന്ന് പറയുമ്പോൾ 3 ബൈ 20 എന്ന് വെച്ച് കഴിഞ്ഞാൽ 87 ബൈ 20 എന്ന് വരും. 3 ഇൻറ്റു 29 87. 87ന്റെ പകുതി എത്ര വരിക? 87 ബൈ 20. ഇപ്പൊ ഇവിടുത്തെ വാല്യൂസ് വന്നപ്പോൾ 87 ബൈ 20. അപ്പൊ നോക്കൂ, ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത് 8.7 ബൈ 2 ആണ്. അപ്പോൾ മൈനസ് 14 മൈനസ് 4.35. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ കിട്ടുന്ന ലോസ്, ഇപ്പൊ ഇവിടെ ലോസ് ഓർ പ്രോഫിറ്റ് ആണ് നമ്മൾ പറയുന്നത്. ലോസ് ഓർ പ്രോഫിറ്റ് ഇവിടെ എന്താ സംഭവിച്ചത്? ഒരു 18.35 രൂപ കുറവാണ് വരിക. ഇവിടെ ഒരു 18.35 കുറവ് വരും. റൈറ്റ്. 100 ആയതുകൊണ്ട് അത് എളുപ്പമുണ്ടായിരുന്നു. ഇനി രണ്ടാമത് 160 രൂപയാണ് കേട്ടോ. 160 രൂപ. ഈ 160 രൂപയ്ക്ക് എന്താ മാറ്റം സംഭവിച്ചത്? സെക്കൻഡ് പെൻ അറ്റ് 58% പ്രോഫിറ്റ്. 58. അപ്പൊ ഇത്തവണ നമ്മൾ നോക്കേണ്ടത് എന്താണ്? 58% ഓഫ് 160. അപ്പൊ ഈ 58% ഓഫ് 160 ഇങ്ങനെ കൊണ്ടുവരാം കേട്ടോ. 50% ഓഫ് 160 അറിയില്ലേ? എന്താ ഇതിന്റെ പകുതി? 80. അപ്പൊ 8% ഓഫ് 160. 8% ഓഫ് 160. ഇപ്പൊ ഇങ്ങനെ നോക്കിയാൽ മതി. 1.6 ഇൻറ്റു 8 എത്രയാണ്?
അപ്പൊ 1.6 ഇൻറ്റു 8 എന്ന് പറയുമ്പോഴത്തേന് 6 8 48 4 8 4 12 ഇത്രയും വന്നു. അപ്പൊ 16 ഇൻറ്റു 8 80 48 128 ആണ്. അപ്പൊ 12.8 എന്ന് തോന്നും. ഇത് തമ്മിൽ ആഡ് ചെയ്താൽ എത്ര വരിക? 92.8. അപ്പൊ ഇവിടുത്തെ പ്രോഫിറ്റ് 92.8. അപ്പൊ എന്താണ് നെറ്റ് പ്രോഫിറ്റ്? ഓർക്കൂ, ഇത് എമൗണ്ട്സ് ആണ് കേട്ടോ. ഇത് 100 ആയതുകൊണ്ട് നമ്മൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, നേരിട്ട് അങ്ങ് അപ്ലൈ ചെയ്തു. അപ്പൊ ഇവിടെ 92.8ൽ നിന്ന് 18.35 കുറച്ചാൽ മതി. അപ്പൊ ഇവിടെ 92.80 എന്നെടുത്തു. അതിൽ നിന്ന് 18.35 നമ്മൾ കുറയ്ക്കാൻ പോവാ. അപ്പൊ 5 വന്നു, 4 വന്നു. അപ്പൊ ഇവിടെ 0.45 വരുന്നതാണ് ആൻസർ എന്ന് മനസ്സിലാക്കണം. 0.45 ഇതല്ലേ? അല്ലെ ഇവിടെ ബാക്കി മുന്നോട്ടേക്ക് പോയി 8 4 12 2 74.75 എന്ന് കിട്ടി. അപ്പൊ ഇവിടെ നമുക്ക് ഫൈനലി കിട്ടിയിരിക്കുന്നത് എന്താ? സോ ദാറ്റ് ഈസ് 74.45 പ്രോഫിറ്റ് എന്ന് കിട്ടും. ഈ രീതിയിലാണ് ഇത്തരം ക്വസ്റ്റ്യൻസ് ചെയ്യുക. എന്നാൽ ഇവിടെ 100ന് പകരം മറ്റു വാല്യൂസ് വന്നത് കോംപ്ലിക്കേറ്റഡ് ആയി. അവിടെ വലിയ പാടാണ് ഇത്ര ഓപ്പറേഷൻസ്. അപ്പൊ ഇവിടെ എന്താണ് നമുക്ക് ചെയ്യേണ്ടത്? അടുത്ത അത്തരത്തിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നമുക്ക് എന്ത് സ്മാർട്ട് അപ്രോച്ച് കൊടുക്കാം എന്നുള്ളതാണ് ഇവിടെ നോക്കേണ്ടത്. അപ്പൊ ഇവിടെ നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കണം, ഇപ്പൊ പറഞ്ഞ അതേ കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. പക്ഷെ ഇവിടെ നോക്കിക്കണം, ആദ്യത്തത് 444 രൂപയുണ്ട്. അതിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു? ഫസ്റ്റ് 75% പ്രോഫിറ്റിൽ വിറ്റു. പിന്നെന്താ സംഭവിച്ചേ? കസ്റ്റമർ ബാർഗെയിൻ ചെയ്തുകൊണ്ട് ഒരു 14% ഡിസ്കൗണ്ട് കൊടുത്തു. ഇതെങ്ങനെ എഴുതും എന്നുള്ളത് ശ്രദ്ധിച്ചോണം. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലായി, ഈ വാല്യൂസിനെ കൺസിഡർ ചെയ്യുമ്പോൾ ഈ 75% പ്രോഫിറ്റിൽ വിറ്റു എന്ന് പറഞ്ഞാൽ ഇത് 175/100 എന്ന് എഴുതാം. 75% പ്രോഫിറ്റ്. എന്നിട്ട് 14% ഡിസ്കൗണ്ട് കൊടുത്തു. 14% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിച്ചം എത്രയുണ്ട്? 86 ഉണ്ട് അല്ലേ? 86. നമുക്ക് മനസ്സിലായി ഇതൊന്നും അത്ര എളുപ്പമല്ല. ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തൊക്കെ കൊണ്ടുവരണം, പാടാം. അപ്പൊ അവിടെ ഇനി നമുക്ക് ഒരു പൊടിക്കൈ അപ്ലൈ ചെയ്യാം. ഡീറ്റെയിൽസ് ഇവിടെയും കൊണ്ടുവരാം. അപ്പൊ ഇവിടെ കൊണ്ടുവരുമ്പോൾ നമ്മൾ അവിടെ ശ്രദ്ധിച്ചോണം. എന്തായാലും 75% പ്രോഫിറ്റ് വന്നിട്ട് 14% ഡിസ്കൗണ്ട് കൊടുത്തു പറഞ്ഞാൽ നെറ്റ് ഇഫക്റ്റ് പ്രോഫിറ്റ് ആണെന്നുള്ള കാര്യം വ്യക്തമായല്ലോ. അപ്പൊ നമുക്ക് ഇവിടെ കൊണ്ടുവരേണ്ട പോയിന്റ് എത്രയേ ഉള്ളൂ. എന്താണ് ഇതിന്റെ ഡിജിറ്റൽ സം എന്ന് നോക്കി. അതിന്റെ ഡീറ്റെയിൽ സം എന്തായിരിക്കും? ഇതിന്റെ ഡീറ്റെയിൽ സം എന്ന് നമ്മൾ നോക്കുക. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ സം 3 12 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? 3 ഇവിടുത്തെ ഡീറ്റെയിൽ സം. 3 കിട്ടിയോ? ഇവിടുത്തെ ഡീറ്റെയിൽ സമ്മിനെ കുറിച്ച് ചിന്തിച്ചോണം. 444 എന്ന് പറഞ്ഞു, അത് 3. 5 7 12 വന്നു, 13 വന്നു. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചോണം, ഇവിടുത്തെ ഡീറ്റെയിൽ സമ്മിനെ നമ്മളിങ്ങനെ കൺസിഡർ ചെയ്യാണ്. സോ ദിസ് ഈസ് 3. 5 7 12 വന്നു, 13 എന്ന് പറയുമ്പോഴത്തേക്കിന് 4 വന്നു. 8 6 14 എന്ന് പറയുമ്പോൾ 5 വന്നു. ഇത്രയും അതെല്ലാം കൂടെ ഗുണിച്ചോ. 3 × 4 12, 12 5 60. അപ്പൊ ഇവിടുത്തെ ഡീറ്റെയിൽ സം 6 എന്ന് മനസ്സിലായി. ഇവിടുത്തെ ഡീറ്റെയിൽ സം 6 ആണെങ്കിൽ പ്രോഫിറ്റ് എന്താണ്? ഇവിടുത്തെ പ്രോഫിറ്റ് 3. ഓർത്തോ? അപ്പോൾ നമുക്ക് വേണ്ട പ്രോഫിറ്റ് ഡീറ്റെയിൽ സം കിട്ടി, ആദ്യത്തെ പാർട്ട്. ഇനി രണ്ടാമത്തെ പാർട്ടിലേക്ക് വന്നു. രണ്ടാമത്തെ പാർട്ട് അവിടെ വന്നപ്പോഴത്തേക്കിന് എന്തായിരുന്നു? കോസ്റ്റ് പ്രൈസ് 356. 356. ഈ 356 നമ്മൾ 48% പ്രോഫിറ്റിനല്ലേ വിറ്റത്. അപ്പൊ അതിനെ നമുക്ക് മനസ്സിലായി 356 × 148/100. ഇനി ഇവിടുത്തെ ഡീറ്റെയിൽ സംസിനെ കൊണ്ടുവരികയാണ്. 356ന്റെ ഡീറ്റെയിൽ സം 5. മനസ്സിലായോ? ഇനി ഇവിടുത്തെ ഡീറ്റെയിൽ സമ്മിനെ കുറിച്ച് കൊണ്ടുവരിക. ഇവിടുത്തെ ഡീറ്റെയിൽ സം 356 5. 148 എന്ന് പറഞ്ഞാൽ 4. 148 4. ഇപ്പൊ ഡീറ്റെയിൽ സം കണ്ടുപിടിക്കാൻ പരിചയമായല്ലോ. ഇവിടെ I4 20 എന്ന് വന്നു. 20 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഡീറ്റെയിൽ സം 2 അല്ലേ? ഇപ്പൊ ഇവിടുത്തെ ഡീറ്റെയിൽ സം 2. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കി, അവിടെയും പ്രോഫിറ്റ് ആണ്. ഇത് കുറയുന്നു എന്ന് തെറ്റിദ്ധരിക്കരുത് കേട്ടോ. നിങ്ങൾ അത്തരം ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യണം അറിയാമോ? ഇതിനോട് ഒരു 9 അങ്ങ് കൂട്ടിക്കണം. 9 അങ്ങ് കൂട്ടിക്കണം. കാര്യം ചെറുത് നമുക്ക് മനസ്സിലായി, ഒറിജിനലി ഈ വാല്യൂ 5നേക്കാൾ വലുതാണ്. അപ്പൊ നമുക്ക് മനസ്സിലായി എന്തായിരിക്കാം ഇവിടെ ഈ പ്രോഫിറ്റ് എന്നുള്ള കൺസിഡർ ചെയ്യാൻ. 9 2 11 അല്ലേ? 5നോട് എത്ര കൂട്ടിയാലാണ് 11 കിട്ടുക? 5നോട് എത്ര കൂട്ടിയാൽ 11 കിട്ടി? 5നോട് 6 കൂട്ടിയാൽ 11 കിട്ടി. അപ്പൊ നമുക്ക് മനസ്സിലായി, ആദ്യ പ്രോഫിറ്റിന്റെ ഡീറ്റെയിൽ സം 3 ആയിരിക്കും. രണ്ടാമത്തെ പ്രോഫിറ്റിന്റെ ഡീറ്റെയിൽ സം 6 ആയിരിക്കും. അതുകൊണ്ട്
ഇവിടുത്തെ നെറ്റ് പ്രോഫിറ്റിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക. നെറ്റ് പ്രോഫിറ്റ് നമുക്ക് മനസ്സിലായി, അതിന്റെ ഡീറ്റെയിൽ സം 3+6 അഥവാ 9 ആയിരിക്കും. അപ്പൊ തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഒക്കെ നമ്മൾ നോക്കുകയാണ്. ഡെസിമലിനെ ഒന്നും ബോധർ ചെയ്യുന്നില്ല. നമ്മളിവിടെ അപ്രോച്ച് ചെയ്യാനുള്ള കാര്യം ഇത് എക്സാക്റ്റ് ആയിട്ടുള്ള ഓപ്പറേഷൻ ആണെങ്കിൽ മാത്രം കിട്ടുന്ന കാര്യത്തെ കുറിച്ചാണ് പറഞ്ഞു കേട്ടോ. ഇവിടെ ഒരു അപകടകരമായിട്ടുള്ള അവസ്ഥയുണ്ട്. കറക്റ്റ് ടു 2 ഡെസിമൽ പ്ലേസസ് എന്നുണ്ട്. അപ്പൊ ഇത് കൂടുതൽ ഡെസിമൽ സ്റ്റെപ്പ് ഓഫ് ഓപ്പറേഷൻസ് വന്നു കഴിഞ്ഞാൽ പ്രശ്നമാവും. അപ്പൊ ഇവിടെ നമ്മളെങ്കിലും ഒന്ന് ചെക്ക് ചെയ്യുന്നു. ഇപ്പൊ ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് ആൻസറിലേക്ക് എക്സാക്ട്, പ്രീവിയസ് ക്വസ്റ്റ്യനിൽ എക്സാക്ട് ആയിരുന്നു ഓപ്പറേഷൻസ്. ഇവിടെ എക്സാക്ട് ഓപ്പറേഷൻസ് വരാൻ സാധ്യതയില്ലാത്ത മേഖലകൾ ഏതൊക്കെയാണ് നോക്കിയാൽ മതി. ഇവിടെ ഈ ഒരു കേസിൽ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായി ഇതിനെ 4 കൊണ്ട് ഡിവിസിബിൾ ആയി പൊക്കോളും, 25 കൊണ്ടും ഡിവിസിബിൾ ആയി പൊക്കോളും, പിന്നെ ഒരു 100 അവിടെ എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. കൂടിപ്പോയ 2 ഡെസിമൽ പ്ലേസസേ വരൂ എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ നേരിട്ട് ഈ ഒരു മെത്തേഡിനെ പ്രൊസീഡ് ചെയ്ത്. ഇല്ലെങ്കിൽ അത് അപകടകരമാണ് കേട്ടോ, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഓപ്പറേഷൻ. അപ്പൊ ഇവിടെ അക്കങ്ങളൊക്കെ ഒന്ന് കൂട്ടി നോക്കി. ഇത് 9 ആണ്, 6 3 9 ആണ്, ഇത് മിച്ചം 2 വന്നു. അപ്പൊ ഇതല്ല. അടുത്ത് നോക്കി 9 9 3 2 5, അപ്പൊ ഇതല്ല. അടുത്ത് നോക്കി 9 9 7 4 11 2, അപ്പൊ ഇതുമല്ല. അടുത്ത് നോക്കി 9 5 3 8 1 9. അപ്പൊ ഇവിടെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ ഉണ്ട് എങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ ലാസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും കൃത്യമായിട്ട് വരിക. ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ് ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. ഒന്ന് സോൾവിങ് മെത്തേഡ്സ് ഒരിക്കൽ കൂടി കണ്ടൊന്ന് മനസ്സിലാക്കിക്കോണം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോരാ. The percentage of profit earned by selling an article for 6833 is equal to the percentage of loss incurred by selling the same article for 1447. At what price should the article be sold to make 45% profit? ഇപ്പൊ ഇവിടെ നമ്മൾ ഇത്തരം ഒരു ചോദ്യം വരുമ്പോൾ മനസ്സിലാക്കേണ്ടതേ, ഒരു എമൗണ്ടിന് വിറ്റപ്പോൾ കിട്ടിയ പ്രോഫിറ്റ് മറ്റൊരു എമൗണ്ടിന് വിറ്റപ്പോൾ ഉള്ള ലോസും രണ്ടും തുല്യമാണെങ്കിൽ, അതായത് ഇപ്പൊ നമ്മൾ 1447 വിറ്റപ്പോൾ ഒരു ലോസ് വന്നു, അപ്പൊ അതിനേക്കാൾ വലുതാണ് കോസ്റ്റ് പ്രൈസ് എന്ന് മനസ്സിലായി. 6833 വിൽക്കുമ്പോൾ ഒരു പ്രോഫിറ്റും വന്നു. അപ്പൊ മനസ്സിലായി ഈ പ്രോഫിറ്റും ഈ ലോസും തുല്യമാണ്. മനസ്സിലായോ? ഇപ്പൊ സെയിം പെർസെന്റേജ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയും. സെല്ലിംഗ് ആൻ ആർട്ടിക്കിൾ ദ പെർസെന്റേജസ് ആർ സെയിം. അപ്പൊ ഇവിടുത്തെ പ്രോഫിറ്റ്, ഇവിടുത്തെ ലോസ്, ഇവിടുത്തെ പ്രോഫിറ്റ് X% ആണ്, ഇവിടുത്തെ ലോസും X%. ചുരുക്കി പറഞ്ഞാൽ ഈ പ്രോഫിറ്റും ലോസും തുല്യമാണ്. അങ്ങനെ വന്നാൽ നമുക്ക് പറയാം ഈ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഇവരുടെ രണ്ടിന്റെ ഒത്ത നടുക്കായിരിക്കും. ദാറ്റ്സ് എക്സാക്ട് മിഡിൽ. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ് അവിടുത്തെ കോസ്റ്റ് പ്രൈസ് എന്ന് കിട്ടാൻ ഇത് രണ്ടും ആഡ് ചെയ്യുക, then divided by 2 ചെയ്താൽ മതി. ഇതാണ് അവിടുത്തെ കോസ്റ്റ് പ്രൈസ്. എന്നിട്ട് അതൊരു 45% പ്രോഫിറ്റിൽ വിൽക്കുന്നതിനെ കുറിച്ചാണ് ചോദ്യം. അപ്പൊ നമുക്ക് ഇവിടെ ഇത് ആഡ് ചെയ്ത് കണ്ടുപിടിച്ചു, എന്നിട്ട് അതിനെ 45% പ്രോഫിറ്റിൽ നമുക്ക് അവിടെ സെല്ല് ചെയ്യും. ഈ സ്റ്റെപ്പിൽ നമുക്ക് വീണ്ടും ഡിജിറ്റൽ സമ്മിനെ അവിടെ കൊടുക്കാം കേട്ടോ. അപ്പൊ ഡിജിറ്റൽ സം കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ പിന്നെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയനഷ്ടം നമുക്ക് ഒഴിവാക്കാം എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇവിടെ മനസ്സിലായിക്കോണം, നമുക്ക് 145%, ദാറ്റ് മീൻസ് ഇതൊരു 45% പ്രോഫിറ്റ് വേണ്ട വിൽക്കാൻ. അപ്പൊ നമുക്ക് 145/100 ഓഫ് ദ കോസ്റ്റ് പ്രൈസ്. അപ്പൊ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ 1447 പ്ലസ് 6833 ഭാഗം 2 എടുക്കാം. അപ്പൊ ഡീറ്റെയിൽ സമ്മിനെ കുറിച്ച് ചിന്തിച്ചോ. ഇവിടുത്തെ ഡീറ്റെയിൽ സം ഇത് 5 4 9 ആണ്, മിച്ചം 1 ഉള്ളൂ കേട്ടോ. 1 ബ്രാക്കറ്റിനുള്ളിലെ വാല്യൂസിനെ കുറിച്ച് കൺസിഡർ ചെയ്തു. ഇതിന്റെ ഡീറ്റെയിൽ സം 4 4 8 1 9 ആണ്, പോയിട്ട് 7 മിച്ചമുണ്ട്, പ്ലസ് 6 3 9 ആണ്, 8 3 11 എന്ന് പറയുമ്പോഴത്തേക്കിന് 2/2. അപ്പൊ ഇവിടെ കിട്ടി 9/2 ആണ്. 9/2 എന്ന് പറയുമ്പോഴത്തേന് 4.5, വീണ്ടും 9 തന്നെ വന്നു കേട്ടോ. അപ്പൊ ഇതെന്ന് പറയുമ്പോൾ 9. ഇപ്പൊ ഡീറ്റെയിൽ സം എന്ന് പറയുമ്പോൾ 9 ആയി. കാര്യം 9 വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ നോക്കുക വേണ്ട, ഡിനോമിനേറ്റർ ഒന്നും അവിടെ പ്രശ്നമല്ല, 9 ആയിരിക്കും. അപ്പൊ നമ്മൾ നോക്കി ഡീറ്റെയിൽ സം 9 വരുന്ന ഇവിടെയുണ്ട്, ഡീറ്റെയിൽ സം 7 ആണ്, ഡീറ്റെയിൽ സം 8 ആണ്, ഡീറ്റെയിൽ സം 2 ആണ്. ഇതല്ലേ ഉള്ളൂ. സോ ദാറ്റ്സ് ആൻസർ. അപ്പൊ അവിടെ സാധാ കാൽക്കുലേഷൻസ് കൊണ്ടുവരാം കേട്ടോ. ഇതാണ് അവിടുത്തെ സാധാ കാൽക്കുലേഷൻ സ്റ്റെപ്പ്. അവിടെ എങ്ങനെ സ്മാർട്ട് കൺക്ലൂഷൻ കൊണ്ടുവരാം എന്നുള്ളതാണ് ഡീറ്റെയിൽ സമ്മിലൂടെ നമ്മളവിടെ പറഞ്ഞത്. അപ്പൊ ആ ഒരു പോയിന്റിനെ അവിടെ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കിക്കോണം. അടുത്ത് നോക്കൂ,
On selling a stool for 8378, the value of gains is 20% more than the value of loss incurred on selling it for 1756. അപ്പോൾ ഇവിടെ 1756, അപ്പൊ അതിനേക്കാൾ വലുതാണ് കോസ്റ്റ് പ്രൈസ്, അതിനേക്കാൾ വലുതാണ് 8378. ഇങ്ങനെ വേണം മനസ്സിലാക്കാൻ. 8378, 8378 ഇങ്ങനെ വേണം മനസ്സിലാക്കാൻ. അപ്പൊ മനസ്സിലാക്കേണ്ടത് വാല്യൂ ഓഫ് ഗെയിൻ ഇസ് 20% മോർ ദാൻ. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോസ് 100 ആണെങ്കിൽ ഇത് 20 ആണ്, 120 ആണ് മനസ്സിലാക്കുന്നത്. 20% മോർ, ഈ ലോസിനേക്കാൾ 20% കൂടുതലാണ് ഈ പ്രോഫിറ്റ് എന്നാണ്. അഥവാ ഇവയെ നമുക്ക് 5:6 എന്ന് പറയാം. 5:6. ഫോർ ദ കൺവീനിയൻസ് ഓഫ് കാൽക്കുലേഷൻ ഞാൻ ഇതിനെ 5x എന്നും 6x എന്നും വിളിച്ചു. 5x ഉം 6x, 5x ഉം 6x. അപ്പൊ നമ്മളൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലായി ഇവര് തമ്മിലുള്ള ഡിഫറൻസ് യഥാർത്ഥത്തിൽ, അതായത് 8378ഉം 8378ഉം രണ്ടാമത്തെ വാല്യൂ ആയിട്ടുള്ള എത്രയായിരുന്നു ഇവിടുത്തെ 1756 ഇവര് നമ്മുടെ ഡിഫറൻസിനെ കുറിച്ചാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ മനസ്സിലായി 6 2 8, 5 2 7, 7 6 13. ഇവിടെ പിന്നെ മിച്ചം എന്ത് വന്നു? 6. ഈ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 6622. അപ്പൊ നോക്കൂ, ഇവിടെ നമുക്ക് മനസ്സിലായി 11x എന്ന് പറഞ്ഞിരിക്കുന്നത് 6622. 11x വന്ന മനസ്സിലായോ? ഈ 5x-ഉം 6x കൂടെ കൂട്ടിയാൽ മതി. അപ്പൊ അവിടെ നിന്ന് x എന്താണ് എന്ന് നമുക്ക് കിട്ടി. അപ്പൊ 602 അല്ലേ വരിക? 602, 602 എന്നും. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കണം ഈ കോസ്റ്റ് പ്രൈസ്? therefore കോസ്റ്റ് പ്രൈസ് അത് മനസ്സിലായി. 1756ന്റെ കൂടെ 5x കൂട്ടുമ്പോഴാണ് x എന്താ? 602 ആണെന്ന് പിടികിട്ടി. ഡീറ്റെയിൽസ് നമ്മൾ അവിടെ കൊടുക്കാം. ബട്ട് ദ കൺവീനിയൻസ് ഓഫ് ദിസ് കാൽക്കുലേഷൻ നമുക്ക് നേരിട്ട് തന്നെ അവിടെ കൂട്ടുകയും ചെയ്യാം. വലിയ ബുദ്ധിമുട്ടുള്ള വാല്യൂസ് ഒന്നും അല്ല വന്നത്. ഇപ്പോൾ 1756 പ്ലസ് ഇതിനെ ഒന്നും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 3010 അല്ലേ? മനസ്സിലായോ? അപ്പൊ ആ വാല്യൂ എന്ന് പറയുന്നത് 3010 എന്ന് വന്നോളൂ. അപ്പൊ ഇവിടെ ഇവയെ കൂട്ടി. ഇപ്പൊ ഇവയെ കൂട്ടിയപ്പോഴത്തേന് നമുക്ക് മനസ്സിലായി ദിസ് ഈസ് 6, 5 1 6, 7 4 ഇത്രയും. ഇനി ഇത് 50% പ്രോഫിറ്റിൽ സെല്ല് ചെയ്യണം. അപ്പൊ എന്തായിരിക്കും വില എന്നുള്ളതാണ് നമുക്ക് കൺസിഡർ ചെയ്യാം. therefore സെല്ലിംഗ് പ്രൈസ് അറ്റ് 50% പ്രോഫിറ്റ്, 50% പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 150/100 ഇപ്പൊ എന്ന് വേണം കൺസിഡർ ചെയ്യാം. അപ്പൊ 150/100 ഓഫ് കോസ്റ്റ് പ്രൈസ് എന്നാണ്. അഥവാ അതിനെ ചെറുതാക്കി നമുക്ക് ഇങ്ങനെ കൊണ്ടുവരാം. 3/2 ഓഫ് 4766 എന്ന്. അപ്പൊ ഇവിടെ എല്ലാം നമുക്ക് ഈ പറഞ്ഞ രീതിക്ക് ഡേറ്റ സം കോൺസെപ്റ്റ് കൊണ്ടുവരാം. ഞാനപ്പോ ഇവിടെ അതിന്റെ ഒരു എൻറ്റയർ സ്റ്റെപ്പ് ഓഫ് ഓപ്പറേഷൻസ് കാണിച്ചിരിക്കുന്നു എന്നുള്ളൂ. നിങ്ങളപ്പോ സ്വയം ഒന്ന് നോക്കണം ഇതിൻ്റെ അകത്ത് എങ്ങനെ ഡീറ്റെയിൽസ് ഒന്ന് ഇഫക്റ്റീവ്ലി അവിടെ കൊണ്ടുവരാം എന്നുള്ളത്. അപ്പൊ ഞാനിവിടെ ഇതിനെ സിംപ്ലിഫൈ ചെയ്തപ്പോ ഇതിനെ സിംപ്ലിഫൈ ചെയ്തപ്പോഴത്തേക്കിന് 23 എന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് 46 വന്നു. 16ന്റെ അകത്ത് 8 3 എന്ന് വന്നു. ഇനി ഇതിനെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് കൊണ്ടുവന്നപ്പോ അവിടെ മനസ്സിലായി യൂണിറ്റ് ഡിജിറ്റ് ഏത് വന്നോളും? 9 വന്നോളൂ അല്ലേ? അപ്പോഴേ മനസ്സിലായി 3 9 3 8 24 2 9 2 11 6 1 7. അപ്പൊ നമ്മുടെ ആൻസർ എന്ത് വന്നു? 7149. അപ്പൊ ഇതിനെല്ലാം ഇങ്ങനത്തെ ഒരു ഡയറക്റ്റ് കൺവെൻഷണൽ ടൈപ്പ് ഓഫ് കാൽക്കുലേഷൻ സ്റ്റൈൽ ഉണ്ട്. പ്ലസ് അവിടെയൊക്കെ സ്മാർട്ട് അപ്രോച്ചിന് വേണ്ടിയിട്ട് ഡീറ്റെയിൽസ് ആണ്, യൂണിറ്റ് ഡിജിറ്റ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ ട്രൈ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഓൺ സെല്ലിംഗ് എ വാർഡ്രോബ് 3437 the value of gains is 75% more than the value of loss incurred on selling it 3388. In order to gain 50% the selling price. അപ്പൊ ഇവിടെ വളരെ പെട്ടെന്ന് തന്നെ നമുക്കൊരു കൺക്ലൂഷനിലേക്ക് വരാനായിട്ട് എന്താണ് അവിടുത്തെ ലോജിക്കൽ പാർട്ട് എന്നുള്ളത് നമുക്ക് ആദ്യം കൺസിഡർ ചെയ്യാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്തൊരു കോസ്റ്റ് പ്രൈസ് നമുക്ക് കിട്ടുമല്ലോ. ഈ സെല്ലിംഗ് പ്രൈസ് എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ 3/2 ഓഫ് ദാറ്റ് കോസ്റ്റ് പ്രൈസ് അല്ലേ? 3/2 ഓഫ് ദാറ്റ് കോസ്റ്റ് പ്രൈസ്. അപ്പൊ മനസ്സിലായി ഈ ആൻസർ മൾട്ടിപ്പിൾ ഓഫ് 3 ആയിരിക്കത്തില്ലേ? സോ ദിസ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3. മൾട്ടിപ്പിൾ ഓഫ് 3. അപ്പോൾ പെട്ടെന്ന് തന്നെ കൺക്ലൂഷനിലേക്ക് വരാനായിട്ട് സാധിക്കുമോ നോക്കുകയാണ്. ഇത് നോക്കി, ഇത് കൂട്ടുമ്പോഴത്തേന് എന്താ ഒരു 5 6 11 1 12 മൾട്ടിപ്പിൾ ഓഫ് 3 ആണ്.
5 5 10 8 18 മൾട്ടിപ്പിൾ ഓഫ് 3 ആണ്. 5 6 11 2 13 മൾട്ടിപ്പിൾ ഓഫ് 3 അല്ല. 5 5 10 9 19 മൾട്ടിപ്പിൾ ഓഫ് 3 അല്ല. കണ്ടോ, ആ ഒരൊറ്റ പോയിന്റിൽ പിടിച്ചിട്ട് തന്നെ നമുക്ക് രണ്ടെണ്ണം പോസിബിളാ. അപ്പൊ നമുക്കിവിടെ ഒരു എലിമിനേഷൻ നടത്താനായിട്ട് അത് പര്യാപ്തമാണെന്ന്. ഇനി നമുക്ക് അതിന്റെ ആക്ച്വൽ വേർഷനിലേക്ക് വരാം. അപ്പൊ ഇങ്ങനെ ചെയ്തു, നമുക്ക് അത്തരത്തിൽ മൾട്ടിപ്പിൾ ഓഫ് 3 ആയിട്ട് ഒരാളെ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ ആയിരുന്നുവെങ്കിൽ ആ ഒരൊറ്റ പോയിന്റ് വെച്ചിട്ട് ക്യാച്ച് ചെയ്യാം. അപ്പൊ ഇവിടെ ഇനി എന്താ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോസിലുള്ളത് ആദ്യം എഴുതി 3308 38. ഇനി ഇവരുടെ ഇടയ്ക്ക്, അപ്പൊ ഇവിടെ മനസ്സിലായി ദ വാല്യൂ ഓഫ് ഗെയിൻ ഈസ് 75% മോർ ദാൻ ദ വാല്യൂ ഓഫ് ലോസ് എന്ന്. ഇപ്പൊ കോസ്റ്റ് പ്രൈസ് തന്നെ ഇടയ്ക്ക് വരും 3437 ഇവിടെ വന്നു. അപ്പൊ എന്താണ് ഇവിടത്തെ വാല്യൂ? ഇത് 100 ആണെങ്കിൽ ഇത് 175 അഥവാ 4, ഇത് 7. 4x 7x. റെഡിയോ? ഇങ്ങനെയാണ് ഡിസ്റ്റൻസുകളെ നമ്മൾ അളക്കുന്നത്. അപ്പൊ 7 4 11x എന്താണ് എന്നുള്ളത് നമ്മൾ കൊണ്ടുവരിക. കോസ്റ്റ് പ്രൈസിലേക്ക് നമ്മൾ വരാൻ പോവാം. അപ്പൊ അതുവരെ നമ്മൾ ചെയ്തോണം. അപ്പൊ ഇവിടെ 3437 മൈനസ് 3 3 3 8 9 8 17 99. അപ്പൊ ഈ 11x എന്ന് പറയുന്നത് 99. അതുകൊണ്ട് x എന്ന് പറയുമ്പോൾ 9. അതുകൊണ്ട് 4x എന്ന് പറഞ്ഞാൽ 36. അപ്പൊ എന്താണ് കോസ്റ്റ് പ്രൈസ് എന്നുള്ളത് കിട്ടി. ഇവിടെ കോസ്റ്റ് പ്രൈസ് ഇപ്പൊ നമുക്ക് മനസ്സിലായി 3338 പ്ലസ് 36 കിട്ടിയല്ലോ. അപ്പൊ എന്താണ് സെല്ലിംഗ് പ്രൈസ്? അപ്പൊ ഇത് ഈ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നപ്പോ മനസ്സിലായിക്കണം, ഇവയെ കൂട്ടി. അപ്പോ 8 6 14 1 7 33 74 എന്ന് വന്നു. അപ്പൊ എന്താണ് സെല്ലിംഗ് പ്രൈസ്? ഇവിടെ 50% ലാഭമാണ് കേട്ടോ. 50% ലാഭം 150/100, അതാണ് 3/2 എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ ദിസ് ഈസ് 3374 എന്നുണ്ട്. 3374. അപ്പൊ ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടൊരു ഇപ്പൊ എന്ത് കിട്ടിക്കോളും, ഇപ്പൊ ഏത് തരത്തിലായിരിക്കും അവിടുത്തെ വാല്യൂസ് എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കൊണ്ടുവരികയോ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്തതിന് ശേഷം കൊണ്ടുവരികയോ ചെയ്തു. ഇപ്പൊ 3 ഇൻറ്റു ഇപ്പൊ ഇവിടെ മനസ്സിലായി 16 32 വന്നു 17 16 7. ഇപ്പൊ ഇതിന്റെ യൂണിറ്റ് ഡിജിറ്റ് എന്ത് വന്നോളൂ? 1 അല്ലേ? ഇപ്പൊ 1ൽ അവസാനിക്കുന്ന ഒരാളല്ലേ ഉള്ളൂ. സോ ദാറ്റ് ഈസ് 5061. 5061. ഈ രീതിയിൽ നമുക്ക് അതിനെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടുവരാം. അപ്പൊ ആ ഒരു ടൈപ്പ് ഇപ്പൊ നമുക്ക് ഫെമിലിയർ ആയല്ലോ. അപ്പൊ അവിടെ വേറെ ഡീറ്റെയിൽ സംസിലേക്ക് ഒന്നും പോകേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് എളുപ്പത്തിൽ അവയെ കൊണ്ടുവരാൻ പറ്റും. The market price of a bed is 744, which is 31% above the cost price. If the profit percentage is 9%, find the discount percentage. അപ്പോൾ ഒരു അല്പം ട്രിക്കി ആയിട്ട് നമ്മളെ ഒന്ന് കുഴപ്പിക്കുന്ന തരത്തിൽ ഇവിടെ ക്വസ്റ്റ്യൻ വന്നിരിക്കുക. എന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ഈ മാർക്കറ്റ് പ്രൈസ് ഇല്ലേ, അതിനവിടെ പ്രാധാന്യം ഉണ്ടോ എന്നുള്ളതാണ്. ഈ എമൗണ്ടിനെ അങ്ങ് വിട്ടു. ദിസ് ഈസ് ആൻ ഇറലവന്റ് ഡേറ്റ. അവിടെ അതില്ലേലും കുഴപ്പമില്ല. ഇമ്പോർട്ടൻസ് നമുക്ക് 31% വില കൂട്ടിയിട്ടു 31%. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തോണം? ഇങ്ങനെ ചിന്തിച്ചു, കോസ്റ്റ് പ്രൈസ് 100 ആണെന്ന് സങ്കല്പിച്ചു. അത് എന്ത് ചെയ്തു? വിച്ച് ഇസ് 31% above the കോസ്റ്റ് പ്രൈസ്. ഏത്? മാർക്കറ്റ് പ്രൈസ്. അപ്പൊ മാർക്കറ്റ് പ്രൈസിലേക്ക് നമ്മൾ വരികയാണ്. മാർക്കറ്റ് പ്രൈസ് ദാറ്റ് ഈസ് 31% above. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 131. എന്നിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് ദ ഡിസ്കൗണ്ട് പെർസെന്റ്. ഹി ഓഫേർഡ് എ ഡിസ്കൗണ്ട് ഹിയർ. എ ഡിസ്കൗണ്ട് ഹി ഓഫേർഡ്. അപ്പൊ സെല്ലിംഗ് പ്രൈസിലേക്ക് വരും. അപ്പൊ മാർക്കറ്റ് പ്രൈസിൽ നിന്ന് സെല്ലിംഗ് പ്രൈസിലേക്ക് എന്ത് കുറച്ചു എന്നുള്ള ഡിസ്കൗണ്ട്. അപ്പൊ ഇവിടെ ഇനി ചോദ്യത്തിൽ എന്തായിരുന്നു ഡേറ്റ ഉപയോഗിക്കാനുള്ളത്? പ്രോഫിറ്റ് പെർസെന്റേജ്. അപ്പൊ ഇത് ഇങ്ങോട്ടേക്കുള്ള വേരിയേഷൻ. സോ ദാറ്റ് ഈസ് പ്രോഫിറ്റ് പെർസെന്റേജ്. സോ ദർ ഈസ് എ പ്രോഫിറ്റ് ഓഫ് 9%. അപ്പൊ ഇവിടുത്തെ വാല്യൂ എങ്ങനെ എഴുതും? 109. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ രണ്ട് വാല്യൂസ് അവയാണ് പ്രാധാന്യമുള്ളത്. അപ്പൊ പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ അതിലേക്ക് നേരിട്ട് വന്നാൽ മതി കേട്ടോ. 131 109 131 109 ആയിട്ടുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കുക. 131 നിന്ന് 109 ഉള്ള ഡിഫറൻസിനെ നമ്മളിവിടെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എത്രയെന്ന് വന്നോളും? 109 കൂടെ 22 അല്ലെ? അല്ലെങ്കിൽ 131 നിന്ന് 22 കുറച്ചാൽ മതി. നമുക്ക് മനസ്സിലായി. അപ്പൊ ഇനി നമുക്ക് അവിടെ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഡിസ്കൗണ്ട് പെർസെന്റേജ്. അപ്പൊ ഡിസ്കൗണ്ട് പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ ഓർത്തോണം, 22 നമ്മൾ കുറയ്ക്കുന്ന ഏതിൽ നിന്നാ? 131 നിന്നാണ് 22 നമ്മൾ കുറയ്ക്കുന്നത്.
അവിടെ ഒരു കൺവീനിയന്റ് ടൈപ്പ് ഓഫ് ഓപ്പറേഷൻ മനസ്സിലാക്കണം. ഇവിടെ 22/132 എന്ന് കരുതുക ഫോർ കൺവീനിയൻസ് ഓഫ് ഓപ്പറേഷൻ. നമുക്ക് മനസ്സിലായി ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് 22ന്റെ തന്നെ ഒരു മൾട്ടിപ്പിൾ അല്ലേ? ഒന്ന് സൂക്ഷിച്ചു നോക്കി. 22നെ 6 കൊണ്ട് ഗുണിച്ചാൽ ഇത് സംഭവിക്കും അല്ലെ? 1/6. അപ്പൊ നിങ്ങൾക്ക് അറിയാം 1/6 എന്ന് പറഞ്ഞാൽ 16 and 2/3% അഥവാ 16.6666% ആണെന്ന് അറിയാമെങ്കിൽ ഈ കാര്യം എളുപ്പമായി. ഇത് നമുക്ക് മനസ്സിലായി. ഡിനോമിനേറ്റർ 131 ഉണ്ട്. ദാറ്റ് മീൻസ് ഇത് 132, ഡിനോമിനേറ്റർ 132 ആകുന്നതിനേക്കാൾ വലുതാണ് 131 ആയാൽ. That means our answer is slightly greater than 16.66%. Slightly greater than. അപ്പൊ 16.66%നേക്കാൾ സ്ലൈറ്റ്ലി ഗ്രേറ്റർ ആരാ ഇവിടെ ഉള്ളത്? അത് 16.79% ആണ്. അപ്പൊ അതുകൊണ്ട് ഇവിടുത്തെ നമ്മുടെ ആൻസർ പറയാം 16.79%. അപ്പൊ ഒരു കാര്യം ഓർക്കുക, നമ്മളവിടെ ബേസിക് ഓപ്പറേഷൻസിനെ പഠിക്കുകയല്ല ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, അത്യാവശ്യം അവിടെ ഒരു ബേസിക് ടൈപ്പ് ഓഫ് ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യാനായിട്ട് നമ്മളൊന്ന് പ്രാക്ടീസ്ഡ് ആയി കഴിഞ്ഞെങ്കിൽ മാത്രമേ നമ്മളിപ്പോൾ പറയുന്ന ഈ ടൈപ്പ് ഓഫ് അപ്രോച്ചസ് ഒക്കെ ഡൈജസ്റ്റ് ആവും. ഇല്ലേ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരും. കാര്യം ഇത് ബേസിക് മോഡൽ ക്വസ്റ്റ്യൻസ് അല്ല. ഇപ്പൊ നമ്മൾ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് റിയൽ എക്സാംസിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസിൽ ആക്ച്വലി നമ്മൾ ഫോളോ ചെയ്യേണ്ട സ്ട്രാറ്റജീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം, ഈ ക്വസ്റ്റ്യൻസ് നമ്മളിങ്ങനെ അപ്രോച്ച് ചെയ്യുന്ന അവസരത്തിൽ നമുക്കത് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, നമുക്കത് ഡൈജസ്റ്റ് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഫണ്ടമെന്റൽ ടൈപ്പ് ഒന്ന് ഫെമിലിയർ ആയതിനു ശേഷം ഇത്തരം ക്വസ്റ്റ്യൻസിലേക്ക് കടക്കുന്നതായിരിക്കും നല്ലത്. അതെപ്പോഴും മനസ്സിൽ വെച്ചോണം. ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് എ ബെഡ് 568 വിച്ച് ഇസ് 26% എബോവ്. അപ്പൊ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കി, മാർക്കറ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും റിലേഷൻ വിച്ച് ഈസ് 26% എബോവ് ഉണ്ടെ നമ്മൾ 126 എന്ന് ഇട്ടു കേട്ടോ. 126. And there is a profit percentage of 13, 113 എന്ന് കിട്ടും. അപ്പൊ ബാക്കി ഇതിന് മുമ്പ് എഴുതിയ കാര്യങ്ങളൊന്നും ഇനി വേണ്ട. നമുക്ക് ആ ക്വസ്റ്റ്യൻ ചെയ്തതിലൂടെ ഇതിന്റെ സാഹചര്യത്തെ മനസ്സിലാക്കുക ചെയ്യുന്നേ. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള വേരിയേഷനെ കുറിച്ച് ചിന്തിച്ചു. അപ്പൊ മനസ്സിലായി ഇവിടുത്തെ ഒരു വേരിയേഷൻ 13 കുറയുകയാണ് ചെയ്തത്. അപ്പൊ അതാണ് ഡിസ്കൗണ്ട്. അപ്പൊ മനസ്സിലായി 13/126 into 100%. അപ്പൊ അതിപ്പോ ആകെ പ്രശ്നമായി. നമുക്ക് ഇവിടെ കണ്ടുപിടിക്കണം എന്താണ്. പക്ഷെ ഇവിടെ ഒരു എളുപ്പവഴി അവിടെ ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 13ന്റെ മൾട്ടിപ്പിൾ ആകണം എന്നുണ്ടെങ്കിൽ 130 ആകണം. സോ ദാറ്റ്സ് നോട്ട് ആൻ ഈസി തിങ്. അപ്പൊ ഇവിടെ നമുക്ക് റിവേഴ്സ് അപ്രോച്ചിലേക്ക് പോകാനായിട്ട് പറ്റുമോ എന്നുള്ളതാണ് നമുക്ക് അവിടെ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പൊ റിവേഴ്സ് അപ്രോച്ച് ഇതിന്റെ ഫർദർ സിംപ്ലിഫിക്കേഷൻസിനെ നമ്മൾ അവിടെ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കിന് ഈ ഡിനോമിനേറ്ററിന്റെ നമ്മളിങ്ങനെ നോക്കുകയാണ്. 10% ഓഫ് 126 എന്താന്ന് നോക്കി. അതെന്ന് പറയുമ്പോൾ 12.6 അല്ലേ? അപ്പൊ മനസ്സിലായി 10%നേക്കാൾ വലുതാണ് ന്യൂമറേറ്റർ. ബട്ട് പൊടിക്ക് കുറച്ചേ ഉള്ളൂ. ഉടനെ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നു 10% ഓഫ് 126 എത്രയാണ്, ഇനി എത്രയും കൂടെ കൂടണം എന്നുള്ളതാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഇപ്പൊ 10%നേക്കാൾ വലുതാണ് എന്ന് മനസ്സിലായി. എന്നാൽ 11%നേക്കാൾ വലുതാണോ? അതൊട്ടല്ലതാണ്. അപ്പൊ അതുകൊണ്ട് ഇതല്ല എന്ന് മനസ്സിലായി. ഇനിയിപ്പോ നമുക്ക് വേണ്ട 10.32 ആണോ 10.93 ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ പൊടിക്കൈ ഇവിടെയുണ്ട്. നിങ്ങളവിടെ 0.5% ഓഫ് 126നെ കുറിച്ച് ചിന്തിച്ചു. 0.5 അത്ര വരും നോക്കാം. അപ്പൊ ഇവിടെ മനസ്സിലായിക്കോണം 10% 12.6, 1% 1.26. ഈ 1.26ന്റെ പകുതിയെ കുറിച്ച് ചിന്തിച്ചോണം. 1.26 അതിന്റെ പകുതി എന്ന് പറയുന്നത് എത്രയെന്ന് വന്നോളും? 1.26ന്റെ പകുതി 1.26ന്റെ പകുതി എത്ര വന്നോളും? 0.63 എന്ന് വരും. 1.26ന്റെ പകുതി 0.63. ഇത് തമ്മിൽ കൂട്ടുന്നതിനെ കുറിച്ച് ചിന്തിച്ചേ. 3, 6, 6, 12, 13.23 വരത്തില്ലേ? എന്താ ഇപ്പൊ നമ്മൾ എത്തിച്ചേർന്ന കൺക്ലൂഷൻ? അവർ ആൻസർ ഷുഡ് ലൈൻ ബിറ്റ്വീൻ. അപ്പൊ നമ്മുടെ ആൻസറിന്റെ റേഞ്ചിനെ കുറിച്ച് പറയുകയാണ്. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 10%നേക്കാൾ വലുതാണ്, എന്നാൽ 10.5%നേക്കാൾ ചെറുതാണ്. എത്തിയ കൺക്ലൂഷൻ മനസ്സിലാക്കണം. 10.5 എന്ന് വെച്ചാൽ 13.23. അത്രയും പോകണ്ടാണ്. 13 അല്ലേ ന്യൂമറേറ്റർ. അപ്പൊ ഈ റേഞ്ചിനുള്ളിൽ ആരാ ഉള്ളേ? അത് 10.32 ആ. അപ്പൊ അത്തരം കാൽക്കുലേഷൻസ് അവിടെ
ഫെമിലിയർ ആക്കണം. അതൊരു അപ്രോക്സിമേഷൻ ടൈപ്പ്, റേഞ്ച് വൈസ് നമ്മൾ ക്യാച്ച് ചെയ്യാണ്. ഇതിലേതാണ് ഇപ്പൊ കൂടുതൽ ഡിവിഷനിലേക്ക് കിടക്കാതെ നമുക്ക് അവിടെ കൊണ്ടുവരാനായിട്ട് പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. എ വെണ്ടർ ബൈസ് 42 ലാപ്ടോപ്പ് ബാഗ്സ് for 41622 and sells some 35 for 37345. How many laptop bags should be bought and sold to earn a profit of 3952? അപ്പോൾ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യാം പ്രോഫിറ്റ് ഫ്രം ഈച്ച് ബാഗ്. അപ്പോൾ ഒരു ബാഗിൽ കിട്ടുന്ന പ്രോഫിറ്റ് എന്താ ചെയ്യണ്ടേ? സെല്ലിംഗ് പ്രൈസിൽ നിന്ന് കോസ്റ്റ് പ്രൈസ് കുറച്ചാൽ മതി അല്ലേ? സെല്ലിംഗ് പ്രൈസ് എന്താ? 37,345 ബൈ 35. അതിൽ നിന്ന് കോസ്റ്റ് പ്രൈസ് എന്താ? 41,622 ബൈ 42. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലായി 35 വിറ്റിരിക്കുന്ന എത്ര രൂപയ്ക്ക്. അപ്പൊ അതുകൊണ്ട് ഒരെണ്ണത്തിന്റെ സെല്ലിംഗ് പ്രൈസ് ആണ്. 42 വാങ്ങിയത് എത്ര രൂപയ്ക്ക്? അപ്പൊ ഒരെണ്ണത്തിന്റെ കോസ്റ്റ് പ്രൈസ് ആണ്. അപ്പൊ ചോദ്യത്തിന്റെ മീനിങ് കൃത്യം 42 വാങ്ങി 35 വിറ്റു എന്നല്ല കേട്ടോ, ഒരു റേറ്റ് ആണ്. ഈ റേറ്റിൽ 42 41,622 എന്നുള്ള രീതിയിൽ വാങ്ങി ഈ റേറ്റിൽ വിറ്റു എന്ന്. അങ്ങനെയാണെങ്കിൽ എത്ര എണ്ണം വിറ്റാൽ നമുക്ക് ഈ പറഞ്ഞ ലാഭം കിട്ടും എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ നമുക്ക് അവയെ കൺസിഡർ ചെയ്യുമ്പോഴത്തേന് എത്ര എണ്ണം വിറ്റാൽ 3952. അപ്പൊ ഇത് പ്രോഫിറ്റ് ഫ്രം ഈച്ച് ബൈക്ക്. അപ്പൊ എത്ര നമ്പർ എന്ന് കിട്ടുവാനായിട്ട് ദിസ് ഡിവൈഡഡ് ബൈ ദിസ് വാല്യൂ എന്നുള്ള കൊണ്ടുവന്നാൽ മതി. അപ്പൊ അതിനെ ഇനി എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? അത് ഇച്ചിരി കട്ടി കൂടിയ ഓപ്പറേഷൻ അല്ലേ. അപ്പൊ അവിടെ നമ്മൾ നോക്കുക, ഡീറ്റെയിൽസ് സംഭവമുള്ള പരിപാടികൾക്ക് വല്ല രക്ഷയുണ്ടോ? അപ്പൊ നമ്മൾ നോക്കിയപ്പോൾ ഇത് 7 ഇത് 7 അപ്പൊ രക്ഷയില്ല, ഇല്ല പാടാം. അപ്പൊ സാധാ ഡിവിഷൻ തന്നെ നമ്മളിവിടെ ചെയ്യേണ്ടി വരും. അപ്പൊ ഇനി സാധാ ഡിവിഷനിലേക്ക് പോരെ. അപ്പൊ ഇവിടെ ഇനി സാധാ ഡിവിഷനാണ്. ഇപ്പൊ 37 345 ഡിവൈഡഡ് ബൈ 35. ഇപ്പൊ ഇവിടെ നമ്മൾ സാധാ ഡിവിഷൻ ആദ്യം 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണേ. 7 35 7 35 23 4 20 34 6 30 45 9 45. ഇനി ഇവിടെ 7 കൊണ്ട് കട്ട് ചെയ്തു 1 7 0 46ന്റെ അകത്ത് 6 7 42 49ന്റെ അകത്ത് 7 7 49. അപ്പൊ ഇവിടെ നമുക്ക് ആദ്യത്തെ വാല്യൂ കിട്ടി, അത് 1067 ആണ്. അപ്പൊ വിറ്റത് ഇത്ര രൂപയ്ക്കാണ്. അടുത്ത ഒന്ന് 41 62 41 600 അല്ലെങ്കിൽ 22 ബൈ 42. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ സിംപ്ലിഫൈ? ആദ്യം 2 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്തു. 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോ അല്ലെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ കൂടുതൽ സ്റ്റെപ്സ് നമുക്ക് ഇവിടെ കുറച്ച് കൊണ്ടുവരാൻ പറ്റും. ഇപ്പൊ 6 into 7 എന്ന് വന്നപ്പോ ഇവിടെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കിന് 6 6 36 56ന്റെ അകത്ത് 36 കഴിഞ്ഞ് 56 9 6 54 22ന്റെ അകത്ത് 6 3 18 42ന്റെ അകത്ത് 6 7 42 ഇത്രയും. അപ്പൊ ഇവിടെ ഇനി 7 കൊണ്ടുള്ള ഡിവിഷൻ ആണ്. അപ്പൊ 7 കൊണ്ട് നമ്മൾ ഇവിടെ ഡിവൈഡ് ചെയ്യുന്നു. 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9 7 63 വീണ്ടും 9 വീണ്ടും 1 കിട്ടിയോ? അപ്പൊ 991. അപ്പൊ കാൽക്കുലേഷൻസ് തന്നെ അവിടെ ചെയ്യണം. പച്ചയ്ക്ക് നമുക്ക് ആ കാൽക്കുലേഷൻസ് അവിടെ ചെയ്യണം. അവിടെ വേറെ ട്രിക്ക് ഒന്നും നമ്മൾ നോക്കിയിട്ട് അവിടെ വർക്കൗട്ട് ആകുന്നില്ല. വേണമെങ്കിൽ യൂണിറ്റ് ഡിജിറ്റിനെ കുറിച്ചൊക്കെ കുറച്ചൊക്കെ ചിന്തി, പക്ഷെ അത് അത്ര എളുപ്പമല്ല. ഡീറ്റെയിൽസ് എന്തായാലും വർക്കാകുന്നു. വേറെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ടോ? ഒരേപോലെയുള്ള ഓപ്ഷൻസ് വന്നു. അപ്പൊ ഇവിടെ നമ്മൾ ഈ വാല്യൂസിനെ സബ്ട്രാക്ട് ചെയ്ത് കൊണ്ടുവന്നു. അപ്പോൾ ഒരെണ്ണത്തിൽ കിട്ടുന്ന പ്രോഫിറ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് 6. അടുത്ത 9 7 16. അപ്പൊ ഒരെണ്ണത്തിൽ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് 76 രൂപയാണ്. അതുകൊണ്ട് നമ്പർ ഓഫ് ബാഗ്സിനെ കുറിച്ച് കൺസിഡർ ചെയ്യാം. ഇപ്പൊ ഇവിടെ 3952 ബൈ 76. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ചിന്തിക്കാവുന്നത് ഈ 6നെ എന്തുകൊണ്ട് ഗുണിച്ചാൽ ഈ 2ൽ അവസാനിക്കും? യൂണിറ്റ് ഡിജിറ്റിനെ അവിടെ ക്യാച്ച് ചെയ്യണം. എന്തൊക്കെ അവിടെ സാധ്യതയുണ്ട്? അപ്പൊ മനസ്സിലായി, അവിടെ 2 or 7 സാധ്യതയുണ്ട്. 2 or 7 കേട്ടോ. 6 into 2 12 ആണ്. 6 into 7 2ലാണ് അവസാനിക്കുക. അപ്പൊ ഇതിൽ 7 ഇല്ല, 2 അല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാം, ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 52 ആയിരിക്കും. ഏതെങ്കിലും സാഹചര്യത്തിൽ നമ്മുടെ ഓപ്പറേഷൻസിനെ അവിടെ ഒന്ന് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കുമെങ്കിൽ അത് അപ്ലൈ ചെയ്തോണം, ആ ട്രിക്ക് അപ്ലൈ ചെയ്തോണം. എങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ടൈം എഫക്റ്റീവ് ആയിട്ട് അതിനെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ. എ വെണ്ടർ ബൈസ് 44 ലാപ്ടോപ്സ് ഓഫ് സെയിം ടൈപ്പ് ഓഫ് ഓപ്പറേഷൻസ് വന്നല്ലേ.
എങ്കിലും ഡീറ്റെയിൽ സമ്മിന് ഇവിടെ സ്കോപ്പ് ഉണ്ട് എന്ന് നമുക്ക് ആദ്യം ഓപ്ഷൻസിനെ അടിസ്ഥാനമാക്കിയിട്ടൊന്ന് ചിന്തിക്കാം. 8 ഇവിടുത്തെ ഡീറ്റെയിൽ സം, ഇവിടുത്തെ ഡീറ്റെയിൽ സം 10, 11 പറയുമ്പോൾ 2, ഇവിടെ 2. ഇവര് ഒരു പ്രശ്നക്കാരാ. ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് അവിടെ ആ ടൈപ്പ് ഓഫ് ഓപ്പറേഷൻസ് കൊടുക്കാം. ഇനി എന്തായിരുന്നു ഡീറ്റെയിൽ സം അത്തരം സാഹചര്യത്തിൽ കൊടുക്കുന്നത് എന്നുള്ളതും കൂടെ ഒന്ന് മനസ്സിലാക്കി വെച്ചോണേ. എന്തായിരിക്കും നമുക്ക് അവിടെ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടുത്തെ പ്രോഫിറ്റ് ഫ്രം ഈച്ച് എന്നുള്ളത് നമുക്ക് കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കിന് വാങ്ങിയത് 48,884/44 വന്നു, വിറ്റത് 35,252. അപ്പൊ 35,252/28 മൈനസ് മറ്റേതാ 48,884/44. അപ്പൊ ഇവിടെ ആദ്യം ഒരു ഡീറ്റെയിൽ സമ്മിനെ കൊണ്ടുവരികയാണ്. ഇവിടെ ആദ്യമേ തന്നെ ഒരു ഡീറ്റെയിൽ സമ്മിനെ കൊണ്ടുവരുമ്പോഴത്തേക്കിന് നമ്മൾ ഇതിന്റെ ഡിജിറ്റൽ സം കൊണ്ടുവരിക. അപ്പൊ ഇവിടെ ന്യൂമറേറ്റർ നോക്കി. ന്യൂമറേറ്റർ അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ സം 5, 4, 9, 5, 3, 8 8/1 എന്താ 8, 2, 10, 1 ഇവിടത്തെ കൊണ്ടുവരികയാണ് മൈനസ് 3,824. എന്നാലും 32 ആക്ച്വലി അല്ലെ, എന്നാലും 32. അപ്പോ 8, 8, 8, 8, 8 എല്ലാം കൂടെ കൂടി എന്നാലും 32. 32, 3, 2, 5 എന്നുള്ളതിന് പകരം ഞാൻ അവിടെ 32 തന്നെ ഇടുന്നു. കാര്യം 4, 4, 8 ഇത് ഇങ്ങനെ അങ്ങ് പൊക്കോളും. കിട്ടിയോ? അങ്ങനെയൊക്കെ നമുക്ക് കൊണ്ടുവരാം. അല്ലെങ്കിൽ എന്താ വരിക, അത് 5/8 എന്ന് വരും. 5/8 നമ്മളവിടെ സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവന്നാൽ മതി. 5/8 എന്ന് 62.5 എന്നുള്ള ഡെസിമൽ വാല്യൂ വരും. 6, 2, 8, 5 13 4 തന്നെ വരും. അതിന് പകരം ഇത് ഡിവിസിബിൾ ആവുന്ന ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നതെങ്കിൽ ഡിനോമിനേറ്റർ 3 ഇല്ലെങ്കിൽ പിന്നെ പ്രശ്നമില്ല കേട്ടോ. ഈ രീതിയിൽ കൊണ്ടുവന്നു. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലായി 4 ഒരെണ്ണത്തിന്റെ പ്രോഫിറ്റ്. അപ്പൊ ഇനി അവിടെ നമ്പർ ഓഫ് ആർട്ടിക്കിൾസ് കൊണ്ടുവരണം. അപ്പൊ ഇവിടെ 6956 ബൈ പ്രോഫിറ്റ് ഫ്രം ഈച്ച്. ഇവിടെ ഈച്ച് പ്രോഫിറ്റ് ഇതാണല്ലോ കൊണ്ടുവരേണ്ടത്. അപ്പൊ നമ്മൾ ഡീറ്റെയിൽ സമ്മിലേക്ക് കൊണ്ടുവരാം. ഡീറ്റെയിൽ സമ്മിലേക്ക് ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഈ 9 വിട്ടു. 6, 6, 12, 5, 17. 17 എന്ന് പറയുമ്പോൾ 8 വന്നു. 8/4 വരും. 8/4 എന്ന് പറയുമ്പോൾ 2 വന്നു. കണ്ടോ, നമ്മൾ ഈ മൾട്ടിപ്പിൾ പോസിബിലിറ്റീസിലാണ് എക്സിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ പദ്ധതി പാളി, നമുക്കവിടെ ഡിവിഷൻ സാധ്യമല്ല. അപ്പൊ അതുകൊണ്ട് മര്യാദയ്ക്ക് ഉള്ള വഴിയിലേക്ക് നമ്മൾ ഇനി വരിക. അപ്പൊ ഇവിടെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ഡീറ്റെയിൽ സം അവിടെ ഇഫക്റ്റീവ് ആകുന്നില്ല. അപ്പോൾ നമ്മൾ സാധാ ഓപ്പറേഷൻസിലേക്ക് വരുന്നു. 35,252 നമുക്ക് ഓരോന്നിനെയായിട്ട് നമ്മൾ ഇവിടെ ഡിവൈഡ് ചെയ്യാണ്. 35,252/28. അപ്പൊ സാധാ ഡിവിഷൻ നമ്മൾ കൊടുക്കുന്നു. അപ്പൊ ഇവിടെ 7 കൊണ്ട് ഇവിടെ ഡിവൈഡ് ചെയ്യാം. 7, 4, 28. ഇവിടെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 5, 0, 3, 7, 21, 42, 6, 7, 42. ഇവിടെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 1, 10ന്റെ അകത്ത് 24, 8, 23ന്റെ അകത്ത് 5, 9, 4, 36. അപ്പൊ ഇവിടെ കിട്ടി സെല്ലിംഗ് പ്രൈസ് 1259 ഇനി വിറ്റതിനെ കുറിച്ച് ചിന്തിച്ചു. വിറ്റ വേണേ ഒറ്റയടിക്ക് ഇവിടെ കൊണ്ടുവരാം അല്ലെ. അപ്പൊ ഒരു 4, 44, 44 വന്നേ. അടുത്ത 48ന്റെ അകത്ത് വീണ്ടും 1. അടുത്ത വീണ്ടും 48ന്റെ അകത്ത് 1. അടുത്തതും 1 തന്നെ. കിട്ടിയോ? ഇങ്ങനെ ഇപ്പൊ ഇവിടുത്തെ പ്രോഫിറ്റ് എന്താണ്? അപ്പൊ ഒന്നിലുള്ള പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 148 എന്ന് വരും. അപ്പൊ ഒരെണ്ണത്തിലുള്ള പ്രോഫിറ്റ് 148 ആണ്. അപ്പൊ അതുകൊണ്ട് നമ്പർ ഓഫ് ആർട്ടിക്കിൾസിനെ കുറിച്ച് ചിന്തിച്ചു. നമ്പർ ഓഫ് ആർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ 6956 ഡിവൈഡഡ് ബൈ 148. ഇപ്പൊ ഇവിടെ ഓപ്ഷൻസിനെ അടിസ്ഥാനമാക്കിയിട്ട് വേണമെങ്കിൽ ചിന്തിക്കാം. ഇവിടെ നമുക്ക് മനസ്സിലായി ഇപ്പൊ 2 ഓപ്ഷൻസിലാണ് നമ്മൾ എൻഡ് ചെയ്ത് നിൽക്കുന്ന മറ്റേ രീതിക്ക് പറഞ്ഞത്. അപ്പൊ ഇല്ല എങ്കിൽ നമ്മൾ ഓപ്ഷൻസിൽ നിന്ന് ഇവിടെ നിന്ന് ക്യാച്ച് ചെയ്താണ്. അപ്പൊ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. ഈ 14നെയും ഈ പറഞ്ഞ 695 കൺസിഡർ ചെയ്തു. ഇവിടുത്തെ ഓപ്ഷൻസിന്റെ റേഞ്ച് വെച്ചിട്ട് അല്ലെങ്കിൽ അവയുടെ ഒരു എസ്റ്റിമേഷൻ പ്രോസസ്സിലേക്ക് വരിക. ഇതൊക്കെ പറയുന്നത് എത്ര തവണ വരും എന്നുള്ളതാണ്. മനസ്സിലായി? 14 × 4 എന്ന് പറയുമ്പോൾ തന്നെ എത്ര വന്നു എന്നുള്ളതാണ് നോക്കേണ്ടത്. 14 × 4 എന്ന് പറയുമ്പോൾ തന്നെ 40, 16, 56 മുകളിലേക്ക് വന്നില്ലേ? അപ്പൊ ഇതെന്തായാലും 40 മുകളിലാണ് എന്ന് മനസ്സിലായോ? അപ്പൊ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ 40 മുകളിലുള്ള ആരേ ഉള്ളൂ? 47 ഉള്ളൂ. ഇല്ലെങ്കിൽ ഇവിടെ യൂണിറ്റ് ഡിജിറ്റ് നോക്കാന്ന് വെച്ചാൽ ബുദ്ധിമുട്ടും. ഇവരെല്ലാം 777 കിട്ടിയല്ലോ. അപ്പൊ ആ ഒരു ഫോമിൽ നമ്മൾ ഇവിടെ ക്യാച്ച് ചെയ്തോണം. ഹിസ് ആൻസർ ഈസ് 47. അടുത്ത നോക്കിക്കോളൂ. എ ഡീലർ സെൽസ് 2 dryers at the rate of 63,000 per dryer. On one he earns a profit of 5% and on the other he loses 30%. What is his loss percentage in the whole transactions?
രണ്ടെണ്ണം വിറ്റിരിക്കുന്ന ഒരേ വിലയ്ക്കാണ്. രണ്ടെണ്ണം വിറ്റിരിക്കുന്നത്. ഡീലർ സെൽസ് 2 dryers at the rate of 6300 63,000 per dryer. On one he earns a profit of 5%. അപ്പോൾ ഒന്നിൽ 5% ലാഭമുണ്ട്. ആൻഡ് ഓൺ ദ അതർ ഹി ലോസസ് 30%. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും അവിടുത്തെ നെറ്റ് ഇഫക്റ്റ് എന്നുള്ളതാണ് നമുക്ക് അവിടെ കണ്ടുപിടിക്കുന്നത്. ഇത്തരം കേസസ് വരുമ്പോൾ നമുക്ക് അവിടെ കൊണ്ടുവരാവുന്നത് ഇവിടുത്തെ ബേസിക് ഐഡിയ എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസസ് ആർ ഈക്വൽ. Correct. Selling prices equal ആണ്. If the first article sold at a profit and the second article sold at a loss എന്ന് കരുതിക്കോളൂ. ഫസ്റ്റ് ആർട്ടിക്കിൾ സോൾഡ് അറ്റ് P% profit, second article sold at L% loss. നേരെ തിരിച്ചായാലും കുഴപ്പമൊന്നുമില്ല. ഒന്ന് പ്രോഫിറ്റ് ഒന്ന് ലോസും. വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഈസ് സെല്ലിംഗ് പ്രൈസസ് ആർ ഈക്വൽ. അങ്ങനെയാണെങ്കിൽ അത്തരം സാഹചര്യത്തിലെ നെറ്റ് ഇഫക്റ്റ് കണ്ടുപിടിക്കാനായിട്ടുള്ള മാർഗം ഡയറക്റ്റ് റിസൾട്ട് അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ആ റിസൾട്ട് എത്രയേ ഉള്ളൂ? P - L into 100 minus 2PL divided by 200 plus P - L. റേഷ്യോ ഫോംസ് ഒക്കെ കൊണ്ടുവരാം. അപ്പോൾ പോലും ഈ വ്യത്യസ്ത പെർസെൻറ്റേജ് വാല്യൂസ് വരുമ്പോൾ നല്ലത് ഈ രീതിക്ക് അങ്ങ് അസ്യൂം ചെയ്ത് കൊടുത്തുകൊള്ളുക. അപ്പോൾ ആ രീതിക്ക് അങ്ങ് അസ്യൂം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ വാല്യൂസിനെ അങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ റേഷ്യോ വാല്യൂ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ ചെയ്യേണ്ട എത്രയേ ഉള്ളൂ? ഇത്രയും പെർസെൻറ്റേജ് പ്രോഫിറ്റ് ഓർ ലോസ് ആയിരിക്കും കേട്ടോ. ഇത്രയും പെർസെൻറ്റേജ്. അപ്പോൾ നമ്മൾ ഈ കിട്ടിയ വാല്യൂസ്, നമ്മുടെ കയ്യിലുള്ള വാല്യൂസ് ഒക്കെ ഇട്ട് കൊടുത്തു. ഇപ്പോൾ ഇവിടുത്തെ പ്രോഫിറ്റ് 5 ആണ്, ലോസ് 30. ഇപ്പോൾ ഇവിടെ കൊടുക്കുമ്പോൾ 5 - 30 into 100 minus 2 into 5 into 30 divided by 200 plus 5 minus 30. ഇതിനെ സിംപ്ലിഫൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇവിടെ ഈ വാല്യൂസിനെ കൺസിഡർ ചെയ്തു. അപ്പോൾ ഇവിടുത്തെ വാല്യൂസ് വരുമ്പോഴത്തേക്കിന് ദിസ് ഈസ് -2500. ഇച്ചിരി കാൽക്കുലേഷൻസ് അവിടെ വരുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ മൈനസ് ഇവിടെ നിന്ന് ഇപ്പോൾ 10 × 30 എന്ന് പറയുമ്പോൾ 300 എന്ന് കിട്ടി. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ എത്രയെന്ന് തോന്നുള്ളൂ? ഡിനോമിനേറ്റർ 220 200 മൈനസ് 205 മൈനസ് 30 എന്ന് പറയുമ്പോൾ 200 മൈനസ് 25 തുല്യമായി. ദാറ്റ് ഈസ് 175 എന്ന് കേട്ടില്ലോ. അപ്പൊ ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 2500, ഇപ്പൊ ഇത് 2800 ബൈ 175 എന്ന്. അപ്പൊ നമുക്ക് രണ്ടിനെ അവിടെ നിന്ന് സിംപ്ലിഫൈ ചെയ്യാൻ, രണ്ടിനെ കൂടെ സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്കിന് 25 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കരുതു. 25 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 7 ആണ്, ഇത് 4 ആണ് കേട്ടോ. ഇനി ഈ 7 ഇവിടെ കട്ട് ചെയ്തു. 7 4 28 ആണ്. സോ ദിസ് ഈസ് -16. -16 മീൻസ് 16% ലോസ് എന്ന് വന്നുകൂടും. -16. സോ ദാറ്റ് ഈസ് 16% ലോസ്. ഈ ഒരു ഫോമുലാണ് ആ റിസൾട്ടിന്റെ ആപ്ലിക്കേഷൻ. ഇനി ഇതേ സാഹചര്യം എങ്ങനെയാണ് നമുക്ക് റേഷ്യോ ഫോംസിൽ കൊണ്ടുവരിക? അപ്പൊ അതാണ് നമുക്ക് അടുത്ത് നോക്കേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലായ സെല്ലിംഗ് പ്രൈസസ് ആർ ഈക്വൽ. വെരി ഇമ്പോർട്ടൻറ്റ്. സെല്ലിംഗ് പ്രൈസസ് ആർ ഈക്വൽ. ഇപ്പൊ കോസ്റ്റ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞു. ഇപ്പൊ പ്രോഫിറ്റ് ഓഫ് 5%. അപ്പൊ നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കണം, 100 105 ആയി. കറക്റ്റ്. ആൻഡ് ദ സെക്കൻഡ് വൺ, ദർ ഇസ് എ ലോസ് ഓഫ് 30%. അപ്പൊ ഈ 100 105നെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. അതിന് മുമ്പ് നമുക്ക് ഇത് ഇങ്ങനെ എഴുതിക്കോ, ഇത് 70 ആയി അല്ലേ. ഇനി നമുക്ക് ഇവയെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 100 105 എന്ന് പറയുന്നത് 20:21 തുല്യമാണ്. ഇത് 10:7 തുല്യമാണ്. റൈറ്റ്. അപ്പൊ ഇത് എളുപ്പമുണ്ട്. നമുക്ക് സെല്ലിംഗ് പ്രൈസുകളെ തുല്യമാക്കാൻ ഇതിനെ ഒരു 3 കൊണ്ട് ഗുണിച്ചാൽ പോരെ? നമ്മുടെ ആവശ്യം എന്താ? സെല്ലിംഗ് പ്രൈസുകൾ തുല്യമാകണം. അപ്പൊ നമുക്ക് ഇവിടുന്ന് റേഷ്യോ കിട്ടി. കോസ്റ്റ് പ്രൈസ് ഈസ് ടു സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞത് ഇവിടെ കിട്ടുക 20:21 ആണ്. ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 30:21 എന്ന് കിട്ടി. കാര്യം എളുപ്പമായി. അപ്പൊ ഇവിടെ മനസ്സിലായി, ഇവിടത്തെ കോസ്റ്റ് പ്രൈസ് 50 ആണ്, ഇത് 42 ആണ്. അപ്പൊ ഈ ഒരു പോയിന്റ് ശ്രദ്ധിച്ചോ, രണ്ടിനെ സെല്ലിംഗ് പ്രൈസ് സെയിം ആക്കണം. അഥവാ ഇത് 100 ആണെങ്കിൽ ഇത് 84 എന്നല്ലേ. നോക്കിയോ, ഇവിടെ എന്താ സംഭവിച്ചേ? ഒരു 16% ലോസ് അല്ലേ സംഭവിച്ചിരിക്കുന്നേ. അപ്പൊ ഇവിടെ നമുക്ക് ഈ ഒരു വേയിൽ ചെയ്യുന്നതാണ് എളുപ്പം. ഇപ്പൊ പ്രീവിയസിന് ഞാൻ പറഞ്ഞ റിസൾട്ടിനെ ഓർത്ത് വെച്ചോണം.
ഇത്തരം ഓപ്പറേഷൻസ് ബുദ്ധിമുട്ടാകുന്ന സിറ്റുവേഷൻസിൽ ആ റിസൾട്ട് വൈസ് അപ്രോച്ചസ് കൊടുത്തോണം. അപ്പൊ ഈ ഒരു ചോദ്യം കൺവീനിയന്റ് ആണ്. നമുക്കപ്പോൾ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ അത്ര ബുദ്ധിമുട്ടില്ലാത്ത ടൈപ്പാണ് എന്ന് മനസ്സിലാക്കിക്കണം. അത് കൂടാതെ നമുക്ക് ഓപ്ഷൻസിനെയും കൂടെ കൺസിഡർ ചെയ്യുമ്പോൾ മനസ്സിലാക്കാം കേട്ടോ, ഏത് തരത്തിലായിരിക്കാം, റൗണ്ടഡ് ഫിഗർ ആയിട്ട് വരുമോ എന്ന്. എ ഡിസോണസ്റ്റ് ഷോപ്കീപ്പർ ക്ലെയിംസ് ദാറ്റ് ഹി സെൽസ് rock salt at 17 kilogram, which costs him rupees 20 per kilogram. But he gives 567 gram instead of 1134 gram. What is his profit percentage? അപ്പോൾ ഇവിടെ a dishonest shopkeeper claims that he sells rock salt at 17 per kilogram, which costs him 20 per kilogram. ഇപ്പൊ ഇത്തരം ചോദ്യങ്ങൾ ഡിസോണസ്റ്റ് സെല്ലർ ക്വസ്റ്റ്യൻസ് വരുമ്പോഴേ ഒരു ചെറിയ സ്റ്റെപ്പം കൊടുത്താൽ ഒരു ചെയിൻ റൂൾ ഫോം അവിടെ കൊടുത്താൽ മതി. നിങ്ങളാണ് ഈ സെല്ലർ എന്ന് കരുതിക്കൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്താ കസ്റ്റമറിനോട് പറഞ്ഞ് 20 രൂപയുടെ പ്രോഡക്റ്റാണ് ഞാൻ നിങ്ങൾക്ക് 17 രൂപയ്ക്ക് തരിക, അതായത് ഞാൻ അവിടെ ഒരു നഷ്ടം സഹിക്കുകയാണ് എന്നുള്ള രീതിയിലാണ്. അപ്പോ നിങ്ങൾക്ക് ആക്ച്വലി അവിടെ ചെലവാകുന്ന ഡിനോമിനേറ്ററിൽ നിങ്ങൾ കസ്റ്റമറുടെ കയ്യിൽ ഈടാക്കുന്നത് ന്യൂമറേറ്റർ. മനസ്സിലായോ? ഇപ്പൊ 20 രൂപയുടെ സാധനമാണ് നിങ്ങൾ 17 വാങ്ങുന്നുള്ളൂ, പക്ഷെ നിങ്ങൾ ലാഭം ഉണ്ടാക്കുന്ന എവിടെയാ? വെയിറ്റ് കുറയ്ക്കുന്നതിലൂടെ. അപ്പൊ ഈ പറഞ്ഞ പോയിന്റ് ശ്രദ്ധിച്ചോണം. സോ യു ആർ പ്രിറ്റൻഡിങ് ദാറ്റ് കൈൻഡ് ഓഫ് എ ലോസ് ഇൻ ദ സെൻസ് യു ആർ ഓഫറിങ് എ ഡിസ്കൗണ്ട്. 20 രൂപയുടെ സാധനം നിങ്ങൾ 17 തന്നാൽ മതി എന്നാണ് ഇവിടെ പറയുക. സോ ദിസ് കൈൻഡ് ഓഫ് എ ലോസ് ഇൻക്വയർഡ് ടു ദ സെല്ലർ. കച്ചവടം ചെയ്യുന്ന ആൾക്കൊരു നഷ്ടം അങ്ങനെ സംഭവിക്കുന്നു എന്നുണ്ടെങ്കിൽ വലിയ വാല്യൂ ഡിനോമിനേറ്ററിൽ, ചെറിയ വാല്യൂ ന്യൂമറേറ്ററിൽ ഇട്ടോണം. അത്രയേ. ഇനി നമുക്ക് അടുത്തപ്പോൾ കൊണ്ടുവരേണ്ടത് ഇൻടു. ഇനി വെയിറ്റ് വരുത്തിയ മാറ്റം കൊടുക്കുക. വെയിറ്റ് വരുത്തിയത് എന്താ? ബട്ട് ഹി ഗീവ്സ് 567 ഗ്രാം. അപ്പൊ അയാൾ 567 ഗ്രാമേ കൊടുക്കുന്നുള്ളൂ. അയാളുടെ കയ്യിൽ ആകെ ഇറങ്ങുന്ന 567 ഗ്രാമേ ഉള്ളൂ. കസ്റ്റമർ കരുതുന്നത് ഇത് 1134 ഉണ്ടെന്നാ. കസ്റ്റമർ കരുതുന്ന ഇത്രയും ഉണ്ടെന്നാ. മനസ്സിലായോ? ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പൊ ഇതിനെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവന്നാൽ മതി. അപ്പോൾ നമുക്ക് മനസ്സിലായി വലിയ കോംപ്ലിക്കേറ്റഡ് വാല്യൂസ് ഒക്കെയാണ്. ഇതിനെ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് എന്തെങ്കിലും പരിപാടി നടക്കുമോ? അപ്പൊ ഈ 17 കൊണ്ട് ഇവിടെ 567 വെട്ടാമോ എന്ന് ആദ്യം നോക്കി. അപ്പൊ ഇതിനെ 17 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കുകയാണ്. 17 3 51 അല്ലേ? 17 3 51. അപ്പൊ ആ പരിപാടി നടക്കത്തില്ല. അവിടെ നമുക്ക് 47 എന്ന് തോന്നുന്നു. അപ്പോൾ 17 കൊണ്ടുള്ള ക്യാൻസലേഷൻ ഇവിടെ സാധ്യമല്ല. ഇല്ലല്ലോ. ഇനി അടുത്ത നമുക്ക് നോക്കേണ്ടത് ഇവരെ തമ്മിൽ ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? അപ്പൊ എന്തായാലും ഇവിടെ മനസ്സിലായി ഇത് 7 കൊണ്ട് ഡിവിസിബിൾ ആണ് അല്ലേ? അപ്പൊ ഈ വാല്യൂ 7 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്നുള്ളതാണ് നമ്മൾ അടുത്ത നോക്കുക. അപ്പൊ ഇവിടെ 1134 567. ഇത് 7 കൊണ്ട് ഡിവിസിബിൾ. ഒരു 7 വന്നു. 43ന്റെ അകത്ത് 6 7 42, 14ന്റെ അകത്ത് 7 14. ഇവിടെ വന്നപ്പോ 81 വന്നു. ഇതിവിടെ മനസ്സിലായി കൃത്യമായിട്ട് 2ൽ പോയില്ലേ? അപ്പൊ നമുക്ക് മനസ്സിലായി അത് കൺവീനിയന്റ് ആയി, അഥവാ ഇതിന്റെ ഇരട്ടിയായിരുന്നു ഈ വാല്യൂ എന്ന്. ഇപ്പൊ കാര്യം എളുപ്പമായില്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഇതും വെട്ടിപ്പോക്കുള്ളത് 10 അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യം കഴിഞ്ഞു. 17/10. ഓർ ഇത് 100 ആയിരുന്നു, ഇത് 170. അപ്പൊ നോക്കൂ, കോസ്റ്റ് പ്രൈസിൽ നിന്ന് മുകളിലേക്ക് ഒരു വർധനവല്ലേ? കോസ്റ്റ് പ്രൈസ് 100 ആണ്, മറ്റേ 170 ആണ്. അപ്പൊ ഇവിടെ പറയാം ഇത് 70% പ്രോഫിറ്റ് ആണ്. ഇപ്പൊ ഡിസോണസ്റ്റ് സെല്ലറിന്റെ ടൈപ്പ് ഓഫ് ഓപ്പറേഷൻസ് വരുമ്പോൾ എങ്ങനെയാണ് വാല്യൂസിനെ ക്രമീകരിക്കേണ്ടത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഇങ്ങനെ എഴുതി പോയാൽ മതി. നമ്മുടെ കയ്യിൽ നിന്ന് എന്താണ് യഥാർത്ഥത്തിൽ ചെലവാകുന്നത്, നമ്മൾ എത്ര കൊടുക്കുന്നു, എത്ര രൂപ മുടക്കുന്നു, ഇതൊക്കെ ഡിനോമിനേറ്റർ. കസ്റ്റമറിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നു എന്നുള്ളതൊക്കെ ന്യൂമറേറ്റർ. ആ ഒരു ഫോമിൽ നമ്മൾ വാല്യൂസിനെ അവിടെ അറേഞ്ച് ചെയ്താൽ മതിയാവും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ. What price should Kunal mark on a pair of pants which cost him 3,300 so as to gain 33% after allowing a successive discount of 25% and 30%? അപ്പോൾ 2 സക്സസീവ് ഡിസ്കൗണ്ട്സ് കൊടുത്തിട്ടും അയാൾക്ക് ഒരു 33% പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ മാർക്കപ്പ് പെർസെൻറ്റേജ് എന്തായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കേണ്ട പോയിന്റ്, ഈ 2 ഡിസ്കൗണ്ട് നമുക്ക് അവിടെ കിട്ടി എന്ന് പറഞ്ഞു. ഇപ്പൊ 2 ഡിസ്കൗണ്ട് നമുക്ക് അവിടെ കിട്ടിയെങ്കിൽ എന്നിട്ട് 33% പ്രോഫിറ്റും വേണം. അപ്പൊ ഇവിടെ നമ്മൾ ഈ വാല്യൂസിനെ കൺസിഡർ ചെയ്യണം. മാർക്ക്ഡ് പ്രൈസിൽ നിന്ന്
ഈ വന്നിരിക്കുന്ന ഡിസ്കൗണ്ടിന്റെ നെറ്റ് ഇഫക്റ്റ് എന്താണ് എന്നുള്ളതിനെ നമ്മൾ ഇവിടെ കൊണ്ടുവരിക. അപ്പൊ ഇതിന് നമുക്ക് എളുപ്പത്തിൽ ഒരു കൊണ്ടുവരാവുന്ന മാർഗം എന്ന് പറയുന്നത് നെറ്റ് ഡിസ്കൗണ്ട്. ഇപ്പൊ 2 സക്സസീവ് ഡിസ്കൗണ്ട്സ് എന്ന് പറഞ്ഞു. ഇപ്പൊ നെറ്റ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ 2 സക്സസീവ് ഡിസ്കൗണ്ട്സ് ഓഫ് 25% and 30% will be equivalent to a net discount. അപ്പൊ ഓർത്തോണം, 2 സക്സസീവ് ഡിസ്കൗണ്ട്സ് ഓഫ് X% and Y%, അതിന്റെ നെറ്റ് ഡിസ്കൗണ്ട് എന്താണെന്ന് ചോദിച്ചാൽ X+Y മൈനസ് XY/100% ആണ് എന്ന് മനസ്സിലാക്കണം. ഇതാണ് നെറ്റ് ഡിസ്കൗണ്ട്. ഓർത്ത് നോക്കിയാൽ മതി, രണ്ടും ഡിക്രീസ് ആണ്. ഇപ്പൊ മൈനസ് മൈനസ് പ്ലസ് എന്ന് വരുന്നതിന് നമ്മൾ ചിഹ്നം മാറ്റി ഒന്ന് കൊടുത്തിരിക്കുന്നു എന്നാണ്. അപ്പൊ 2 സക്സസീവ് ഡിസ്കൗണ്ട്സ് ഓഫ് 25% and 30% will be equal to a net discount of എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കും. ഇടേ, പക്ഷെ അത് ഡെസിമൽ വാല്യൂ ആണ്. അപ്പൊ അത് നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്കിനി അടുത്ത പോയിന്റിലേക്ക് അപ്പോൾ ഇവിടെ കൊണ്ടുവരികയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ മാർക്ക്ഡ് പ്രൈസ് എന്താണ് വേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ വാട്ട് പ്രൈസ് ഷുഡ് കനാൽ മാർക്ക് ഓൺ ദിസ് പ്രോഡക്റ്റ്. അപ്പൊ ഇവിടെ ഏത് തരത്തിലാണ് കൺവീനിയന്റ് ഫോമിൽ നമുക്ക് അതിനെ ഓപ്പറേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് ഈ വാല്യൂസിനെ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് ഡെസിമൽ ഫോമിൽ തന്നെ ഈ വാല്യൂസ് വരും. നമുക്ക് കോസ്റ്റ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ്, മാർക്ക്ഡ് പ്രൈസ്, അപ്പൊ മൂന്നുമായിട്ടുള്ള റിലേഷൻ നമ്മൾ കൊണ്ടുവരികയാണ്. അപ്പൊ ഇവിടെ 100 രൂപ പ്രോഡക്റ്റ് 133 രൂപയ്ക്ക് കിട്ടി. ദർ ഈസ് എ പ്രോഫിറ്റ്. ഡിസ്കൗണ്ടിനെ കുറിച്ച് ഇനിയും കൺസിഡർ ചെയ്യണേ. അപ്പൊ അതിനെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോണം. 100, അതിന്റെ 25% ആദ്യം കുറഞ്ഞു. അപ്പൊ 100ന്റെ 25% കുറഞ്ഞപ്പോ 75. അതിന്റെ 30% വീണ്ടും കുറഞ്ഞു. 30% എന്ന് പറയുമ്പോൾ എത്രയെന്ന് 22.5 കുറയും കേട്ടോ. 22.5 കുറയും. 22.5 കുറഞ്ഞു കഴിഞ്ഞാൽ മിച്ചം എന്ത് വരും? 52.5 അവിടെ മിച്ചം വരുന്നു എന്ന് മനസ്സിലായിക്കോണം. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഈ മാർക്ക്ഡ് പ്രൈസ് 100 ആണെങ്കിൽ ഈ സെല്ലിംഗ് പ്രൈസിന്റെ കാര്യമാണ് പറഞ്ഞ 52.5. ഇവിടെ ഈ രീതിയിലാണ് അവിടുത്തെ വാല്യൂസ് വരുന്നത്. അപ്പൊ അതൊരു കോംപ്ലക്സ് സ്റ്റെപ്പ് ഓഫ് ഓപ്പറേഷൻ ആയിട്ട് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്ത് പോകണം. അപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ വാല്യൂസിനെ ഇപ്പൊ ഇവിടെ നമുക്ക് ഇതിനെ ഒന്ന് കൺവീനിയന്റ് ആയിട്ടുള്ള ഫോമിലേക്ക്, റേഷ്യോ ഫോമിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു എന്ന് കരുതുക. ഇതിന്റെ രണ്ടിനെ ഒരു 2 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ മനസ്സിലായി, ഈ 152.5 എന്ന് പറയുന്നത് 200 and 52.5ന്റെ ട്വൈസ് എത്രയെന്ന് വന്നോളൂ? 105 എന്ന് വന്നോളൂ അല്ലെ? 105. അപ്പൊ അതിനെ വീണ്ടും നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവന്നു. ദിസ് ഈസ് അഗെയിൻ നമുക്ക് മനസ്സിലായി, ഒരു 5 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ 40, 21 എന്ന് കിട്ടി. അപ്പൊ ഈ ഒരു ഫോമിലേക്ക് നമുക്ക് അവയെ കൊണ്ടുവരാം. അപ്പൊ നമുക്ക് ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്തു. ഈ വാല്യൂസിന്റെ റേഷ്യോ ആണ്. ദിസ് ഈസ് 40, ദിസ് ഈസ് 21. ഇവിടെ ഇനി അടുത്തായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഈ റേഷ്യോസിനെ ഒന്ന് കമ്പൈൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഈ റേഷ്യോസിനെ ഒന്ന് കമ്പൈൻ ചെയ്യുക എന്ന് വെച്ചാൽ 133 and 21നെ അതിന്റെ ഒരു കോമൺ പോയിന്റിലേക്ക് നമുക്ക് കൊണ്ടുവരണം. അപ്പൊ ആ ഒരു ഫോമിലേക്ക് നമുക്ക് അതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവരാനായിട്ട് രണ്ടിന്റെ LCMലേക്ക് നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഈ 133 and 21 ഇത് രണ്ടും എന്തുകൊണ്ട് ഡിവിസിബിൾ ആണ്? 7 കൊണ്ട് ഡിവിസിബിൾ ആണോ? അപ്പൊ 7 കൊണ്ട് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 177, 97, 63 എന്ന് കിട്ടി. അപ്പൊ ഇതാണ് ഇവയുടെ LCM എന്ന് പറയുന്നത്. 7 into 19 into 3 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ മനസ്സിലാക്കി, ഈ റേഷ്യോയെ എന്തുകൊണ്ട് ഗുണിക്കണം, അപ്പൊ നിങ്ങൾ ഇവിടെ നിന്ന് മനസ്സിലാക്കണം, ഈ റേഷ്യോയെ നമുക്ക് ഗുണിക്കേണ്ടത് 133നെ ഈ LCM ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. 133നെ ഈ LCM ആക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ പിന്നെ 3 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പൊ ഇവിടെ ഒരു 3 കൊണ്ട് ഗുണിച്ചോണം. 21നെ LCM ആക്കണമെങ്കിലോ 19 കൊണ്ട് ഗുണിക്കണം. ഇതാണ് സാഹചര്യം. അപ്പൊ ഇങ്ങനെ കൊണ്ടുവന്നാൽ നമുക്ക് മനസ്സിലായി എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ഈ കോസ്റ്റ് പ്രൈസ് പുതുതായിട്ട് പറയാം 300 ആണ്. ഈ മാർക്ക്ഡ് പ്രൈസ് എന്ത് വേണം? 19 into 400.
19 ഇൻറ്റു 400 എന്ന് പറയുമ്പോൾ എത്രയാണെന്ന് തോന്നുന്നു? 0. അടുത്ത 9 4 36, 4 3 7. ഇങ്ങനെ പോകും. കിട്ടിയല്ലോ. ഇനി നമ്മളതിനെ കണക്ട് ചെയ്യാണ്. ഇങ്ങനെ കണക്ട് ചെയ്യുന്നത് ഇവിടെ വാട്ട് പ്രൈസ് കുനാൽ മാർക്ക് ഫാൻസ് വിച്ച് കോസ്റ്റ് ഹിം 3300. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്നതാണ് 3300. അവിടെ നമുക്ക് മനസ്സിലായി ഇവിടെ 300 ഇൻറ്റു 11 ആണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ 760 ഇൻറ്റു 11 കുറിച്ച് ചിന്തിച്ചു. അപ്പൊ എന്ത് ചെയ്തോണം? ആദ്യം 0 എഴുതി, 6 7 6 13, 1 7 8. അപ്പൊ നമ്മുടെ ആൻസർ എത്ര കിട്ടി? 8360 എന്ന് നമുക്ക് ആൻസർ കിട്ടിക്കോളൂ. 8360. അപ്പൊ ഈ ഒരു ഫോമിൽ നമുക്ക് ആൻസറിലേക്ക് പെട്ടെന്ന് വരാം. ഇവിടെ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് കാൽക്കുലേഷൻ ആണ് അവിടെ വന്നിരിക്കുന്ന മുഴുവൻ. അത്യാവശ്യം ചലഞ്ചിങ് ആണ്. മറ്റു ഡിഫറെന്റ് ഫോംസിൽ നമുക്ക് അവിടെ ചെയ്യാം. ബട്ട് അവിടെ ഒരു കൺവീനിയന്റ് വേർഷൻ എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ് എന്ന് മനസ്സിലാക്കണം. ഇനി ഇതല്ലാതെ നമുക്ക് അവിടെ ഒരു ഡയറക്റ്റ് അപ്രോച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്തായിരുന്നു ഇവിടുത്തെ നെറ്റ് പെർസെന്റേജ് ഓഫ് ഡിസ്കൗണ്ട് എന്ന് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യും. അപ്പൊ ആദ്യം പറയാൻ വന്ന പോയിന്റ് കേട്ടോ, നെറ്റ് ഡിസ്കൗണ്ട്. നെറ്റ് ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലായി, ഈ ഒരു കേസിൽ 25% ഡിസ്കൗണ്ട്, 30% ഡിസ്കൗണ്ട്, -25 ഇൻറ്റു 30/100 എന്ന് കൊണ്ടുവന്നാൽ മതി. അപ്പൊ ഇവിടെ 25 + 35 എന്ന് പറയുമ്പോൾ 55 മൈനസ് ഇതെന്ന് പറയുമ്പോഴത്തേക്കിന് 4 ആണ്. അത്രയെന്ന് പറയുമ്പോൾ എത്രയാ? 7.5 എന്ന് വരും കേട്ടോ. അപ്പൊ ഇവിടെ ഇവയെ സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവരുന്ന ആ ഒരു ഡിഫറൻസ് വാല്യൂസിനെ നമ്മൾ അവിടെ കൺസിഡർ ചെയ്ത് പോകണം. എന്തായിരിക്കും ഇവിടുത്തെ ഡിസ്കൗണ്ട് എന്നുള്ളതിനെയാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പൊ 55 നിന്ന് അപ്പൊ ഈ വാല്യൂ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരിക? 47.5 കേട്ടോ. 47.5 ആയിരിക്കും ഇവിടുത്തെ ഡിസ്കൗണ്ട് എന്ന് മനസ്സിലാക്കണം. അപ്പൊ ഇവിടെ 100 വന്നു. സോ ദിസ് ഈസ് ഈക്വൽ ടു 47.5%. ഇവിടുത്തെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താ? പ്രോഫിറ്റ് അത് 33%. അപ്പൊ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു റിസൾട്ട് ഉണ്ട്. ഒരാൾ ഒരു സർട്ടൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് കൊടുത്തിട്ടും മറ്റൊരു പെർസെൻറ്റേജ് പ്രോഫിറ്റ് കിട്ടി എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, അത് 100 പ്ലസ് പ്രോഫിറ്റ് പേഴ്സൺ ഡിവൈഡഡ് ബൈ 100 മൈനസ് ഡിസ്കൗണ്ട് പേഴ്സെന്റ്. അതാണ് സംഭവം. 100 പ്ലസ് പ്രോഫിറ്റ് പേഴ്സൺ. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലായത് 100 പ്ലസ് 33 ബൈ 100 മൈനസ് 47.5. 100 മൈനസ് 47.5. അപ്പൊ ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് 133 ഡിവൈഡഡ് ബൈ 100 മൈനസ് 47.5. എത്ര വന്നുള്ളൂ? 52.5 വന്നു വന്നില്ലേ? 52.5. ഇവയാണ് നമ്മൾ ഇനി സിംപ്ലിഫൈ ചെയ്യേണ്ടത്. ഈ വാല്യൂ ആണ് നമുക്ക് ഓൾറെഡി അവിടെ കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്കിപ്പോൾ ഓൾറെഡി കിട്ടി കഴിഞ്ഞു എന്നുള്ളതുകൊണ്ട് നമ്മൾ അവിടെ ഇനി ടൈം സ്പെൻഡ് ചെയ്യേണ്ട. അപ്പൊ ദിസ് 52.5 ഈസ് റെപ്രസെന്റിങ് 3,300. what this value represent. ഇതാണ് അവിടുത്തെ ഡയറക്റ്റ് ആയിട്ടുള്ള മറ്റൊരു അപ്രോച്ച്. അത് നോക്കിയോ. ഫൈനലി നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടെ ഇവിടെ നോക്കാം. After allowing a discount of 76%, the value of a ceiling fan is 3330. If no discount is allowed, then the shopkeeper gains 50%. Find the cost of the ceiling fan. അപ്പൊ ഇവിടെ നോ ഡിസ്കൗണ്ട് ഈസ് അലൗഡ്. അപ്പൊ 50% അവിടെ പ്രോഫിറ്റ് കിട്ടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ മാർക്കപ്പ് പെർസെൻറ്റേജ് ഇപ്പൊ ഇങ്ങനെ കൺസിഡർ ചെയ്യാം. കോസ്റ്റ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ്, മാർഡ് പ്രൈസ്. പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ കൺസിഡർ ചെയ്യാം. 100 രൂപയായിരുന്നു കോസ്റ്റ് പ്രൈസ് എങ്കിൽ, ഇഫ് നോ ഡിസ്കൗണ്ട് ഈസ് അലൗഡ് ദെൻ ദ ഷോപ്പ് കീപ്പർ ഗെയിൻസ് 50% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാർക്കപ്പ് ഇല്ലേ അത് 50% ആണ്. 100 രൂപയുടെ സാധനം 150 രൂപയെന്നാണ് നമ്മൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് ഈ പറയുന്നതിന്റെ മീനിങ്. അപ്പൊ ആഫ്റ്റർ അലവിങ് എ ഡിസ്കൗണ്ട് ഓഫ് 76%, അപ്പൊ ഇയാള് ഡിസ്കൗണ്ട് ഓഫ് 76% ദ വാല്യൂ ഓഫ് സീലിംഗ് ഫാൻ. അപ്പൊ ഇവിടെ ഒരു 76% ഡിസ്കൗണ്ട് കൊടുത്തു. അപ്പൊ ഇവിടെ ഒരു 76% ഡിസ്കൗണ്ട് കൊടുക്കുക. 150ന്റെ 76% ആണെന്നുള്ള കാര്യം ഓർക്കണം. 150ന്റെ 76%. ക്ലിയർ? അപ്പൊ അത് എത്രയാണ് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ 150ന്റെ 76%, 76% ഓഫ് 150. ഇതാണ് ഡിസ്കൗണ്ട്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ മിച്ചം എത്ര ഉണ്ടാവും? മിച്ചം അവിടെ എത്ര ഉണ്ടാവും? 24 ഉണ്ടാവും അല്ലെ? അപ്പൊ 24% ഓഫ് 150 അവിടെ അവശേഷിക്കും. അതാണ് നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത്. 24% ഓഫ് 150. അപ്പൊ ഈ 24% ഓഫ് 150 നമുക്ക് അവിടെ കൺസിഡർ ചെയ്യേണ്ടത്
എങ്ങനെയായിരിക്കും? നേരെ തിരിച്ച് ചിന്തിച്ചു. സോ ദാറ്റ് ഈസ് 150% ഓഫ് 24. 150% ഓഫ് 24. അപ്പൊ കാര്യം എളുപ്പമാണ്. 24ന്റെ കൂടെ അതിന്റെ പകുതിയായ 12 കൂടെ കൂട്ടിയാൽ മതി, 36 അപ്പൊ ഈ വാല്യൂ എന്ന് പറയുമ്പോൾ 36. അപ്പൊ ഇവിടെ നമ്മോട് പറഞ്ഞു ഇങ്ങനെ ആഫ്റ്റർ അലവിങ് എ ഡിസ്കൗണ്ട് ഓഫ് 76%, ദ വാല്യൂ ഓഫ് സീലിംഗ് ഫാൻ ഈസ്. അപ്പൊ ഈ 36 എന്ന് പറയുന്നത് 3330 ആണെങ്കിൽ എന്താണ് കോസ്റ്റ് പ്രൈസ് എന്നുള്ളത്? എന്താണ് കോസ്റ്റ് പ്രൈസ്? അപ്പൊ നമുക്കിവിടെ മനസ്സിലായി, ഈ 3330 ഡിവൈഡഡ് ബൈ 36 ഇൻറ്റു 100. അപ്പൊ ഇനി ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവരാം. ഇപ്പൊ സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവരുമ്പോഴത്തേന് നമുക്ക് മനസ്സിലായി, ഇവിടെ ഇതിപ്പോ ഇതിനെ 3 കൊണ്ട് അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യാം, അല്ലെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 9 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 9 4 36. അപ്പൊ ഇതിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ ഇവിടെ വന്നപ്പോ 3 9 27 കഴിഞ്ഞിട്ട് എത്രയാ? 61. 97 63. ഇനി ഇവിടെ 4 കൊണ്ട് കട്ട് ചെയ്തു, 25 എന്ന് വന്നു. നമുക്ക് മനസ്സിലായി നമ്മുടെ ഈ ആൻസർ എന്ന് പറയുന്നത് എന്തായാലും 25ന്റെ മൾട്ടിപ്പിൾ ആണ് അല്ലേ? 25ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് ഇവിടെ ആരേ ഉള്ളൂ? 50 ഉള്ളൂ. ഒട്ടും സമയം കളയണ്ട, നമുക്ക് പറയാം നമ്മുടെ ആൻസർ 9250 എന്ന് വരും. 9250. അപ്പൊ ഈ രീതിയിലാണ് ഈ ഒരു കോംപ്ലക്സ് കാൽക്കുലേഷൻ നമുക്ക് അവിടുന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന, സോൾവ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. സോ ദീസ് ആർ some of the most challenging set of questions that you can expect in our usual exams. അപ്പൊ അതുകൊണ്ട് ആ ഒരു തരത്തിലെ കാൽക്കുലേഷൻ സ്ട്രാറ്റജി ദാറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ അതിന് അത്രത്തോളം ഒരു പ്രയോറിറ്റി ഉണ്ട്, ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്ക് പറഞ്ഞു അല്പം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ബട്ട് വാട്ട് ഈസ് ദ ആക്ച്വൽ റിക്വയർമെന്റ് എന്നുള്ളതൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഇത്രയും ചലഞ്ചിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ ഇൻക്ലൂഡ് ചെയ്ത്. ഒരിക്കലും ഇതൊരു ഈസി ഗോയിങ് ആയിട്ട് ഫീൽ ചെയ്യരുത്. ഫണ്ടമെന്റൽസ് നല്ലപോലെ ഒന്ന് ഫെമിലിയർ ആയി കഴിഞ്ഞെങ്കിൽ മാത്രം നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള സ്ട്രാറ്റജീസ് ആണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തത്. തൽക്കാലം നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു.